صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم إنا نسألك العفو والعافية. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. أما بعد, സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂലുകളിൽ ഏറെ ശ്രേഷ്ഠരായ ഉലുൽ അസ്മിൽ പെട്ട മൂസ അലൈഹിസ്സലാമിൻ്റെ ചരിത്രവും ആ ശ്രേഷ്ഠമായ ചരിത്രത്തിലെ ഏറെ പ്രയോജനപ്രദമായ ഗുണപാഠങ്ങളുമാണ് ഇൻഷാ അല്ലാഹ് ഈ ദർസുകളിലൂടെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കാനും അല്ലാഹുവിൻ്റെ അംബിയാഇൻ്റെ കൂടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സാലിഹീങ്ങളുടെ കൂടെ അവൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഫഇന്നക മഅ മൻ അഹ്ബബ്ത, നീ ആരെ സ്നേഹിക്കുന്നോ നീ അവരുടെ കൂടെയായിരിക്കും. അല്ലാഹുവിൻ്റെ നബിമാരോടുള്ള സ്നേഹം അത് ഈമാനിൻ്റെ ഭാഗമാണ്, ദീനിൻ്റെ ഭാഗമാണ്. അവരുടെ ചരിത്രം പഠിക്കുക, അവരോടുള്ള സ്നേഹം മനസ്സിൽ നിറയാൻ ഏറെ സഹായിക്കുന്ന കാര്യമാണ്. നബിമാരുടെ ചരിത്രം പോലെ മനോഹരമായ ചരിത്രം വേറെയില്ല. നോക്കൂ, നമ്മുടെ കുട്ടികൾ, ചെറുപ്പക്കാർ, അവർ പലരും അവർ സ്നേഹിക്കുന്നവരെക്കുറിച്ച് എത്രയാണ് അറിഞ്ഞു വെക്കുന്നത്, പഠിച്ചു വെക്കുന്നത്. പക്ഷേ ഈ ഉമ്മത്തിൽ പലരും സ്നേഹിക്കുന്നതും മാതൃകയാക്കാൻ ശ്രമിക്കുന്നതുമെല്ലാം അള്ളാഹുവിൽ യാതൊരു വിലയുമില്ലാത്ത, അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത, ഖുഫറിൻ്റെയും ഫിസ്ഖിൻ്റെയും ഒക്കെ ആളുകളായ പലരെയുമാണ്. നസ്അലുല്ലാഹി അൽ-ആഫിയ വസ്സലാം. അള്ളാഹുവിൻ്റെ അംബിയാഇൻ്റെ ചരിത്രം അറിയാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ സഹാബത്തിൻ്റെയോ ചരിത്രം അവിടെ നിൽക്കട്ടെ, സഹാബിമാരിൽ 10 പേരുടെ പേര് പോലും എണ്ണി പറയാൻ സാധിക്കാത്ത എത്രയോ കുട്ടികളും ചെറുപ്പക്കാരും ഈ ഉമ്മത്തിലുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവർക്ക് ശരിയായ മാർഗം കാണിച്ചു നൽകുകയും സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കാൻ, ബന്ധം ചേർക്കേണ്ടവരോട് ചേർക്കാൻ അവർക്ക് തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. മൂസാ നബി അലൈഹിസ്സലാം ഉലുൽ അസ്മിൽ പെട്ട റസൂലാണ്. അള്ളാഹുവിൻ്റെ നബിമാർ എല്ലാവരും ഏറ്റവും ശ്രേഷ്ഠരാണ്. പടപ്പുകളിലെ സഫ്വ, പരിശുദ്ധരായ അള്ളാഹു തെരഞ്ഞെടുത്തവരാണ് അള്ളാഹുവിൻ്റെ നബിമാരും റസൂലുകളും. 1,00,000-ൽ പരം നബിമാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്. 300-ൽ പരം റസൂലുകളെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. തിൽക റുസുലു ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്. അള്ളാഹു പറഞ്ഞു, തിൽക റുസുലു, ആ റസൂലുകൾ, ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്, അവരിൽ ചിലർക്ക് ചിലരെക്കാൾ നാം ഫദ്ൽ, ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. നമ്മൾ വിശ്വസിക്കുന്നു നബിമാർ എല്ലാം ശ്രേഷ്ഠരാണ്. എന്നാൽ അവരിൽ ചിലർക്ക് ചിലരെക്കാൾ കൂടുതൽ ശ്രേഷ്ഠതയുണ്ട്, ചിലർക്ക് ചിലരെക്കാൾ കൂടുതൽ ഫദ്ലുണ്ട്. അത് വിശ്വസിക്കുക നിർബന്ധമാണ്. കാരണം അത് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. അതേസമയം അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾക്കിടയിൽ അവരുടെ ഫദ്ലിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയാകരുത്? ഒരിക്കലും മറ്റൊരു നബിയെ ഇകഴ്ത്താനോ മറ്റോ ആകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ പറയുന്നത് വിലക്കിയിട്ടുണ്ട്. യഹൂദ നസ്രാനികൾ നബിമാർക്കിടയിൽ വേർതിരിവ് കൽപ്പിച്ചു. ആ വേർതിരിവ് മുഅ്മിനുകൾ കൽപ്പിക്കുകയില്ല. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, റസൂലുകൾക്കിടയിൽ ഒരു വേർതിരിവും നാം കൽപ്പിക്കുകയില്ല. എന്താണത്?
യഹൂദി നസ്രാനികൾ കൽപ്പിച്ച വേർതിരിവ്, അവർ സ്വീകരിച്ച വേർതിരിവ്, ചില നബിമാരിൽ വിശ്വസിക്കുക, ചില നബിമാരെ തള്ളിക്കളയുക. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂലുകളിൽ ഏതെങ്കിലും ഒരു റസൂലിനെ, ഏതെങ്കിലും ഒരു നബിയെ ഒരാൾ തള്ളിക്കളഞ്ഞാൽ മുഴുവൻ നബിമാരെയും തള്ളിക്കളഞ്ഞവനായിരിക്കുന്നു അവൻ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, കദ്ദബത് ഖൗമു നൂഹിനിൽ മുർസലീൻ, കദ്ദബത് ഖൗമു നൂഹിനിൽ മുർസലീൻ. നൂഹ് നബിയുടെ ജനത റസൂലുകളെ മുഴുവൻ നിഷേധിച്ചു തള്ളിയിരിക്കുന്നു. നൂഹ് നബിയുടെ കാലത്ത് നൂഹ് നബി അല്ലാതെ മറ്റൊരു റസൂൽ ഇല്ല. ഒരു ഖൗം, ഒരു ജനത അള്ളാഹുവിനെ നിഷേധിച്ചപ്പോൾ, അവനിൽ പങ്കുചേർത്തപ്പോൾ അള്ളാഹു നിയോഗിച്ച ആദ്യത്തെ റസൂൽ നൂഹ് നബി അലൈഹിസ്സലാമാണ്. നൂഹ് നബി അല്ലാതെ മറ്റൊരു റസൂലിനെ അവർക്ക് പരിചയമില്ല. പക്ഷേ നൂഹ് അലൈഹിസ്സലാമിനെ നിഷേധിച്ചതുകൊണ്ട് അള്ളാഹു അവരെക്കുറിച്ച് പറഞ്ഞു, കദ്ദബത് ഖൗമു നൂഹിനിൽ മുർസലീൻ. നൂഹ് നബിയുടെ ജനത റസൂലുകളെ മുഴുവൻ നിഷേധിച്ചു തള്ളിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂലുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ചവർ മുഴുവൻ റസൂലുകളെയും നിഷേധിച്ചിരിക്കുന്നു. ഈസാ നബിയെ തള്ളിക്കളഞ്ഞ യഹൂദികൾ മുഴുവൻ റസൂലുകളെയും തള്ളിക്കളഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? കാരണം ഒരു നബിയിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, ശ്രദ്ധിക്കുക, ഒരു നബിയിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ത്? ആ നബി അറിയിച്ച സന്തോഷ വാർത്തയിൽ വിശ്വസിക്കുക എന്നത്. ആ നബി അറിയിച്ചിട്ടുള്ള സന്തോഷ വാർത്തയിൽ വിശ്വസിക്കുക എന്നത് നബിയുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഈസാ അലൈഹിസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ്? മുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. എനിക്ക് ശേഷം വരുന്ന അഹ്മദ് എന്ന, അഥവാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പേരാണ് അഹ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അന അഹ്മദ്. ആ നബിയെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചു ഈസാ അലൈഹിസ്സലാം. നോക്കൂ നിങ്ങൾ, ഒരു നബിയിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ആ നബി സന്തോഷ വാർത്ത അറിയിച്ച കാര്യത്തിൽ വിശ്വസിക്കുക എന്നത്. അതുകൊണ്ട് നോക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ചാൽ അവൻ ഈസാ നബിയിലാണ് ആദ്യം അവിശ്വസിച്ചിട്ടുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവിശ്വസിക്കുന്നതിന് മുൻപേ ഈസാ നബിയിൽ വിശ്വസിക്കുന്നു. ഈസാ നബിയുടെ ആളുകളാണ് ഞങ്ങൾ എന്ന് പറയുന്നവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാതിരുന്നാൽ അവൻ മുഹമ്മദ് നബിയെ നിഷേധിക്കുന്നതിന് മുൻപ് ഈസാ അലൈഹിസ്സലാമിനെ നിഷേധിച്ചിരിക്കുന്നു. ഈസാ അലൈഹിസ്സലാം അറിയിച്ച സന്തോഷ വാർത്തയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുകൊണ്ട് നോക്കൂ, ഇതാണ് മുസ്ലിമീങ്ങൾ അള്ളാഹുവിൻ്റെ നബിമാരിൽ ഈ രൂപത്തിലാണ് വിശ്വസിക്കുന്നത്. അള്ളാഹുവിൻ്റെ നബിമാർ ആരാണ്? അള്ളാഹുവിൻ്റെ നബിമാർ നോക്കൂ, അവർ മുഖേനയാണ് റബ്ബ് മനുഷ്യരെ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. ഭക്ഷണത്തെക്കാൾ, വെള്ളത്തെക്കാൾ, അന്നപാനീയങ്ങളെക്കാൾ മനുഷ്യന് ആവശ്യമുണ്ട്. അവനിലേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു നബിയെ നിയോഗിക്കാൻ, നബിയെ പിൻപറ്റാൻ, നുബുവത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. അതിലൂടെ നബിമാരിലൂടെയാണ് അള്ളാഹു അവനിലേക്ക് ജനങ്ങളെ നയിക്കുന്നത്. ആ നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠർ റസൂലുകൾ, ഏറ്റവും ശ്രേഷ്ഠർ 5 റസൂലുകളാണ്. 5 റസൂലുകളാണ് ഉലുൽ അസ്ം എന്നറിയപ്പെടുന്നത്. പരിശുദ്ധ ഖുർആനിൽ 2 ഇടങ്ങളിൽ അള്ളാഹു ഈ 5 നബിമാരെ ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നു. ആരൊക്കെയാണ് 5 നബിമാർ? കാലഗണന നമ്മൾ എടുത്തു നോക്കിയാൽ അവരിൽ ആദ്യം നൂഹ് നബി അലൈഹിസ്സലാമാണ്, പിന്നെ ഇബ്രാഹിം, പിന്നെ മൂസ, പിന്നെ ഈസ, പിന്നെ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ജമീഇൽ അംബിയാഇ അസ്സലാത്തു വസ്സലാം. ഇവരിൽ ഏറ്റവും ശ്രേഷ്ഠർ, ഈ 5 നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ 2 ഖലീലുകളാണ്. 2 ഖലീലുകളാണ്, നമ്മുടെ നബിയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും. 2 നബിമാർ അള്ളാഹുവിൻ്റെ ഖലീലുകളാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വത്തഖദ അല്ലാഹു ഇബ്രാഹിമ ഖലീല. അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അവൻ്റെ ഖലീലായി തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്താണ് ഖലീൽ എന്ന് പറഞ്ഞാൽ? അത് അങ്ങേയറ്റത്തെ മഹബ്ബത്താണ്. മഹബ്ബത്ത് അതിൻ്റെ അങ്ങേയറ്റത്തെ ഉള്ളതാണ് ഖുല്ല. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് റബ്ബ് നൽകിയിട്ടുള്ളത്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മുസ്ലിമിൻ്റെ സഹീഹിൽ നമുക്ക് കാണാം, ഇന്നല്ലാഹ ഖദ് ഇത്തഖദനി ഖലീലൻ കമാ ഇത്തഖദ ഇബ്രാഹിമ ഖലീല. അള്ളാഹു ഇബ്രാഹിം നബിയെ ഖലീലായി, അവൻ്റെ ഖലീലായി തിരഞ്ഞെടുത്തതുപോലെ എന്നെ റബ്ബ് അവൻ്റെ ഖലീലായി തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ നോക്കൂ, ഈ 2 ഖലീലുകളാണ് അള്ളാഹുവിൻ്റെ നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠർ. 2 ഖലീലുകളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ്? യാതൊരു സംശയവുമില്ല, നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മൂന്നാമത് അള്ളാഹുവിൻ്റെ നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് മൂസ അലൈഹിസ്സലാമിനാണ്. മൂസാ നബി റബ്ബിൻ്റെ കലീമാണ്. അള്ളാഹു നേരിട്ട് സംസാരിച്ച റസൂലാണ് മൂസ അലൈഹിസ്സലാം. മൂസ അലൈഹിസ്സലാം റബ്ബ് സുബ്ഹാനഹു വ തആല നേരിട്ട് സംസാരിച്ച അവൻ്റെ റസൂലാണ്. നമ്മുടെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അള്ളാഹു സംസാരിച്ചിട്ടുണ്ട്. എപ്പോൾ നമ്മുടെ നബിയെ ഇസ്രാ മിഅ്റാജിന് കൊണ്ടുപോയ സന്ദർഭത്തിൽ റബ്ബിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർച്ചയിൽ ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷേ റബ്ബ് സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിൻ്റെ ഖലീലുമാണ്, കലീമുമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബിൻ്റെ ഖലീലാണ്. മൂസ അലൈഹിസ്സലാം റബ്ബിൻ്റെ കലീമാണ്. നോക്കൂ ആ ശ്രേഷ്ഠതയിലുള്ള അതിൻ്റെ തർത്തീബ് നോക്കൂ നിങ്ങൾ. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിൻ്റെ ഖലീലും കലീമുമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബിൻ്റെ ഖലീലാണ്. മൂസ അലൈഹിസ്സലാം റബ്ബിൻ്റെ കലീമാണ്. അള്ളാഹു നേരിട്ട് സംസാരിച്ച റസൂലാണ് മൂസ അലൈഹിസ്സലാം. മൂസ നബി ബനു ഇസ്രായേലിലെ റസൂലുകളിൽ ഒരു റസൂലാണ്. ബനു ഇസ്രായേൽ സന്തതികളിലെ റസൂലാണ് മൂസ അലൈഹിസ്സലാം. ആരാണ് ബനു ഇസ്രായേൽ എന്ന് ആരാണ് ബനു ഇസ്രായേൽ? ഇസ്രായേൽ എന്നത് യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ വേറൊരു പേരാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ 2 മക്കൾ ഇസ്മായിലും ഇസ്ഹാഖും. ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയാണ് അറബികൾ. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയാണ് അറബികൾ. അടുത്ത മകൻ ഇസ്ഹാഖ് അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. യാക്കൂബ് നബിയുടെ സന്താന പരമ്പരയാണ് ബനു ഇസ്രായേൽ. ഇസ്രായേൽ സന്തതികൾ, ഇസ്രായേൽ മക്കൾ എന്നൊക്കെ പറയപ്പെടുന്ന ബനു ഇസ്രായേൽ. നോക്കൂ, ഈ ഖൗമിനെ, ഈ ജനതയെ അല്ലാഹു റബ്ബുൽ ആലമീൻ ഏറെ ശ്രേഷ്ഠതകൾ അവർക്ക് നൽകുകയും അള്ളാഹു അവൻ്റെ നബിമാരിൽ ധാരാളം പേരെ അവരിൽ നിയോഗിക്കുകയും ചെയ്തു. എത്രത്തോളം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ശേഷം വന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ ആ പരമ്പര മാറ്റി നിർത്തിയാൽ ബാക്കി മുഴുവൻ പിന്നീട് വന്ന നബിമാരും റസൂലുകളും ഒക്കെ ആരിലാണ്? ബനു ഇസ്രായേലിലാണ്, ഇസ്രായേൽ സന്തതികളിലാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ അള്ളാഹു അവരെക്കുറിച്ച് പറഞ്ഞത് അവരിൽ നാം നുബുവത്തും കിതാബും നിശ്ചയിച്ചു എന്നത്. അവരിൽ നാം നുബുവത്തും കിതാബും നിശ്ചയിച്ചു. എത്ര നബിമാരാണ് അവരിൽ വന്നിട്ടുള്ളത്. ഈസാ നബി അവരിലാണ്, മൂസാ നബി അവരിലാണ്, ഹാറൂൺ, ദാവൂദ്, സുലൈമാൻ, ഇങ്ങനെ ധാരാളക്കണക്കിന് നബിമാർ ബനു ഇസ്രായേലിൽ നിയോഗിക്കപ്പെട്ടു. ബനു ഇസ്രായേലിൽ നിയോഗിക്കപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠനായ റസൂലാണ് ആര്? മൂസ അലൈഹിസ്സലാം. മൂസ നബി അലൈഹിസ്സലാമിൻ്റെ പിതാവിൻ്റെ പേര് ഇമ്രാൻ എന്നായിരുന്നു. മൂസ ബനു ഇമ്രാൻ അലൈഹിസ്സലാം. ബനു ഇസ്രായേലിലാണ് മൂസ നബി അലൈഹിസ്സലാം ജനിച്ചത്. അന്ന് മൂസ അലൈഹിസ്സലാം ജനിക്കുമ്പോൾ ബനു ഇസ്രായേലാണ്, ഇസ്രായേലരാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠം. മൂസ നബിയുടെ പിതാവ് ഇമ്രാനും അതുപോലെ മറിയമിൻ്റെ പിതാവ് ഇമ്രാനും രണ്ടും മാറിപ്പോകരുത്, രണ്ടും 2 കാലത്ത് ജീവിച്ചവരാണ്. ഈസാ നബി ബനു ഇസ്രായേലിലെ അവസാനത്തെ റസൂലാണ്. ഇസ്രായേൽ സന്തതികളുടെ അവസാനത്തെ റസൂലാണ് ആര്? ഈസാ അലൈഹിസ്സലാം. ഈസാ നബിയുടെ ഉമ്മ മറിയമിൻ്റെ പിതാവാണ് ആര്? ഇമ്രാൻ. എന്നാൽ മൂസ അലൈഹിസ്സലാമിൻ്റെ പിതാവിൻ്റെ പേരും ഇമ്രാൻ എന്നായിരുന്നു. നോക്കൂ, ബനു ഇസ്രായേലിൽ ആണ് മൂസ നബി ജനിക്കുന്നത്. എവിടെയാണ് ജനിക്കുന്നത്? മസ്റിലാണ്, ഈജിപ്തിലാണ്. എങ്ങനെയാണ് ഇസ്രായേൽ സന്തതികൾ ഈജിപ്തിലെത്തിയത്? ഇസ്രായേൽ സന്തതികൾ ഈജിപ്തിലെത്തിയത് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കാലത്താണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്താണ് ഇസ്രായേൽ സന്തതികൾ എവിടെ എത്തിയത്? മസ്റിൽ, ഈജിപ്തിലെത്തിയത്. അല്ല എങ്കിൽ അവരുടെ സ്ഥലം, അവരുടെ നാട് എന്ന് പറയപ്പെടുന്നത് എവിടെയാണ്? അത് ബിലാദു ഷാമാണ് ബിലാദുൽ അംബിയ, നബിമാരുടെ നാട്. സിറിയയും അതുപോലെ ഫലസ്തീനും ഉർദുൻ, ജോർദാനും ഇന്നത്തെ ലുബ്നാനും യഹൂദികൾ കൈയടക്കി വച്ചിട്ടുള്ള പ്രദേശവുമെല്ലാം ഉൾക്കൊള്ളുന്ന വിശാലമായ സ്ഥലമാണ് ഷാം, ബിലാദു ഷാം. അള്ളാഹു ബറക്കത്ത് ചൊരിഞ്ഞിട്ടുള്ള നാടാണത്. അതിനു മുകളിൽ മലായിക്കത്ത് ചിറക് വിരിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നാളെ പരലോകത്ത് മഹ്ശറായി തീരുക ഷാമാണ്. ഷാം പ്രദേശമാണ് നാളെ പരലോകത്ത് മഹ്ശറായി തീരുക.
യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദ് വസ്സമാവാത് ബറസു ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഈ ഭൂമി മറ്റൊന്നായിത്തീരും, ഈ ഭൂമി മറ്റൊരു ഭൂമിയായിത്തീരും, ആകാശം മറ്റൊന്നായിത്തീരും. സകലരും ഏകനും അഹാറുമായ, സകലതിനെയും അടക്കി ഭരിക്കുന്നവരുമായ റബ്ബിന് മുന്നിൽ നിൽക്കും. ആ നാളിൽ മഹ്ശറായി മാറ്റപ്പെടുക ബിലാദുശ്ശാമാണ് എന്നാണ്. സുബ്ഹാനല്ലാഹ്, ഇത് നബിമാരുടെ ഭൂമിയാണ്. മഹബിത്തുൽ വഹി, അള്ളാഹുവിൻ്റെ വഹി ധാരാളമായി ഇറങ്ങിയ അള്ളാഹുവിൻ്റെ അംബിയായിൻ്റെ ഭൂമിയാണ്. ഏറെ പ്രത്യേകതകളുള്ള ഇടമാണ്. നോക്കൂ, അവിടെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലരുടെ സ്ഥലം. പക്ഷേ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ചരിത്രം നമുക്കറിയാം. യൂസുഫ് അലൈഹിസ്സലാം സഹോദരങ്ങൾ കിണറ്റിലേക്ക് വലിച്ചെറിയുകയും പിന്നീട് അടിമയാക്കി വിൽക്കപ്പെടുകയും ഒക്കെ ചെയ്ത് അങ്ങനെ എവിടെ എത്തി? മിസ്റിൽ, ഈജിപ്തിൽ എത്തി. അങ്ങനെയാണ് ബനു ഇസ്രായേൽ അവിടെ മിസ്റിൽ എത്തിച്ചേർന്നത്. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കുടുംബക്കാരായിരുന്നത് കൊണ്ട് അവരവിടെ ആദ്യം നല്ല രൂപത്തിൽ അന്തസ്സോടെ ജീവിച്ചിരുന്നു. എന്നാൽ പിന്നീട് അവർ അങ്ങേയറ്റം അടിച്ചമർത്തപ്പെട്ടു. ഫിറഔനിൻ്റെ കാലത്ത് ഫിറഔൻ എന്ന് പിന്നീട് മിസ്റിലെ ഭരണാധികാരികൾ അറിയപ്പെടാൻ തുടങ്ങി. ഫിറഔന്മാർ, അവരിൽ മൂസ അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ഫിറഔനാണ് ഏറ്റവും കടുത്ത കാഫറും ഏറ്റവും വലിയ അക്രമിയുമായിരുന്നവൻ. അവൻ്റെ കുഫർ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും അറിയപ്പെട്ട കുഫറാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഫിറഔൻ കാഫറല്ല എന്നെങ്ങാനും ആരെങ്കിലും പറഞ്ഞവൻ എന്തായി? കാഫറായിരിക്കുന്നു. നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ? ഫിറഔൻ കാഫറല്ല എന്ന് ആരെങ്കിലും പറയുമോ എന്ന് സൂഫികൾ പറഞ്ഞിട്ടുണ്ട്. നസ്അലുല്ലാഹി അൽ ആഫിയ വസ്സലാം. ഫിറഔൻ തന്നിൽ റബ്ബിനെ ഇലാഹിനെ തിരിച്ചറിഞ്ഞവനാണ് എന്നാണ് സൂഫികളിൽ പരിധി വിട്ടിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ആ തരീഖത്തിൻ്റെ ആളുകൾ വരെ നമ്മുടെ നാട്ടിൽ കേരളത്തിലുണ്ട് എന്നാണ്. ഈ വാദം പറഞ്ഞ തരീഖത്തിൻ്റെ ആളുകൾ വരെ നമ്മുടെ നാട്ടിലുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. കാരണം അവരുടെ വാദപ്രകാരം എല്ലാവരും ഇലാഹാണ്, സകലതും ഇലാഹ്. എന്തിനെ പൂജിച്ചാലും അള്ളാഹുവിനെ ആരാധിക്കലാണ്. അവനവനിലും ഇലാഹിൻ്റെ അംശമുണ്ട് എന്ന് ആര് തിരിച്ചറിഞ്ഞു? ഫിറഔൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അവനെക്കുറിച്ച് പുകഴ്ത്തിയിട്ടുണ്ട് ഇബ്നു അറബി എന്ന സൂഫികളുടെ നേതാവ്. അയാളുടെ പേര് തരീഖത്ത്, നമ്മുടെ നാട്ടിലുള്ള അക്ബരിയ തരീഖത്ത് എന്ന പേര്. നഊദു ബില്ലാഹ്. ആലോചിച്ച് നോക്കൂ, ആളുകൾ ദലാലത്തിലകപ്പെട്ടാൽ, വഴികേടിലായിപ്പോയാൽ പിന്നെ അവൻ എന്താണ് അവൻ്റെ സ്ഥിതി? ഏത് വാദിയിൽ പോയിട്ടാണ് പിന്നെ അവൻ നശിക്കുക എന്ന് നോക്കിയാൽ മതി. നഊദു ബില്ലാഹ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷുമാറാകട്ടെ. ഈ ഫിറഔനിൻ്റെ കാലത്ത് ബനു ഇസ്രായേൽ സന്തതികൾ അങ്ങേയറ്റം അടിച്ചമർത്തപ്പെട്ടു. അങ്ങേയറ്റം പരിതാപകരമായ അവസ്ഥയിലേക്ക് ആ ഉമ്മത്ത്, അവരാകട്ടെ അവരാണെന്ന് ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠർ, ഏറ്റവും നല്ല ആളുകൾ അവരായിരുന്നു. ഉള്ളതിൽ വെച്ച് നല്ല അള്ളാഹു ആവർത്തിച്ച് ഖുർആനിൽ പറഞ്ഞില്ലേ, നാം നിങ്ങളെ ലോകരിൽ നാം നിങ്ങൾക്ക് ശ്രേഷ്ഠത നൽകിയെന്ന് ആരോട്? ഇസ്രായേൽ മക്കളോട്. യാ ബനി ഇസ്രായേൽ ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫദ്ദൽതുകും അലൽ ആലമീൻ. ഇസ്രായേൽ മക്കളെ, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കൂ, നിങ്ങളെ ലോകരിൽ ഞാൻ ശ്രേഷ്ഠരാക്കിയില്ലേ എന്ന് അള്ളാഹു പറ. അതായത് അവർ ജീവിച്ചിരുന്ന കാലത്ത് മറ്റുള്ള ആളുകൾക്ക് മേൽ അവർക്ക് അള്ളാഹു ശ്രേഷ്ഠത നൽകി. എന്നാൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടതിനു ശേഷം അഫ്ദലുൽ ഉമം, എല്ലാ ഉമ്മത്തുകളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠരാനാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിച്ച ഈ ഉമ്മത്താണ്. ഇതുപോലെ ശ്രേഷ്ഠരായ മറ്റൊരു ഉമ്മത്ത് കഴിഞ്ഞു പോയിട്ടില്ല. സ്വർഗത്തിൽ ഏറ്റവും അധികം ഉണ്ടാവുക ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ പ്രതീക്ഷിക്കുന്നു സ്വർഗത്തിലെ 1/3 നിങ്ങളായിരിക്കുമെന്ന്. സഹാബത്ത് തക്ബീർ പറഞ്ഞു, അല്ലാഹു അക്ബർ. പകുതി നിങ്ങളായിരിക്കുമെന്ന് അല്ല. ചില ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലുമേറെ സന്തോഷ വാർത്ത ഈ ഉമ്മത്തിനെ അറിയിച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, സ്വർഗ്ഗക്കാർ 120 സഫാണ്. 120 സഫാണ് അവർ. അതിൽ 80 ഈ ഉമ്മത്താണ്. അല്ലാഹു അക്ബർ. അതിൽ 80 എന്ന് പറഞ്ഞാൽ എത്രയായി? 3-ൽ 2 സുബ്ഹാനല്ലാഹ്. 3-ൽ 2 ഈ ഉമ്മത്താണ്. അല്ലാഹു ആ സൗഭാഗ്യത്തിൻ്റെ ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലായി തീരാൻ തൗഫീഖ് ലഭിച്ചിട്ട് പിന്നീട് അത് ഉപേക്ഷിച്ച് പോകുന്ന അങ്ങേയറ്റത്തെ ദൗർഭാഗ്യത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നോക്കൂ, ബനു ഇസ്രായേൽ അങ്ങേയറ്റം അടിച്ചമർത്തപ്പെട്ടു. മസ്റിൽ, ഈജിപ്തിൽ ഫിറഔനിന് കീഴിൽ.
അള്ളാഹു അതാ അടിച്ചമർത്തപ്പെട്ട ആ തലമുറയെ രക്ഷപ്പെടുത്തി എടുക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എത്ര തന്നെ ദൗർബല്യവും എത്ര തന്നെ അടിച്ചമർത്തലുകളും അനുഭവിക്കേണ്ടി വന്നാലും ഒരിക്കലും പ്രതീക്ഷ കൈവിടാൻ പാടില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ ലോകത്തൊരിക്കലും ഒരേ സ്ഥിതിവിശേഷം ഉണ്ടാക്കുകയില്ല. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വതിൽകൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്, ആ നാളുകൾ നാം ആളുകൾക്കിടയിൽ തിരിച്ചു കൊണ്ടുവരും. എപ്പോഴും ഒരേ കൂട്ടർ മുകളിലും ഒരേ കൂട്ടർ താഴെയും അങ്ങനെ ആവുകയില്ല എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്. ഈ ദുനിയാവിൽ എന്തുയർന്നിട്ടുണ്ടോ അല്ലാഹു താഴ്ത്തും. ദുനിയാവിൽ ഉയർന്നതെല്ലാം താഴ്ത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഹനത്തെ ആരും മറികടക്കാറുണ്ടായിരുന്നില്ല. വേഗത്തിൽ പോകാൻ തീരുമാനിച്ചാൽ നബിയുടെ വാഹനത്തെ ആരും മറികടക്കാറുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഒരു അറാബി തൻ്റെ വാഹനത്തിൽ വേഗം പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറികടന്നു. നബിയുടെ വാഹനത്തെ മറികടന്നു. സഹാബത്തിന് പ്രയാസമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു നിശ്ചയിച്ചതാണ്, ഈ ദുനിയാവിൽ എന്ത് ഉയർന്നിട്ടുണ്ടോ താഴും, അത് താഴുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്കൂ നിങ്ങൾ, അള്ളാഹു ഫിർഔനെ കുറിച്ച് പറഞ്ഞത്, ഇന്ന ഫിർഔന അലാ ഫിൽ അർദ് വജഅല അഹ്ലഹാ ശിയഅൻ യസ്തദ്ഇഫു ത്വായിഫതൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹീ നിസാഅഹും ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. ഫിർഔൻ അവൻ ഭൂമിയിൽ ഔന്നത്യം നടിച്ചു. അവൻ ഭൂമിയിലെ ആളുകളെ കക്ഷികളാക്കി തിരിച്ചു. അവരിൽ ഒരു വിഭാഗത്തെ അവൻ അടിച്ചമർത്തി. യുദബ്ബിഹു അബ്നാഅഹും, അവരുടെ മക്കളെ അറുകൊല ചെയ്തുകൊണ്ട്, ആൺമക്കളെ കൊന്നുകളെ. അവൻ്റെ സൈന്യം ബനു ഇസ്രായേലിന്റെ സ്ത്രീകളെ നിരീക്ഷിക്കുമായിരുന്നു. ഗർഭിണിയാണെന്നറിഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കും എപ്പോഴാണ് പ്രസവിക്കുന്നത്, ആൺകുട്ടിയാണെന്നറിഞ്ഞാൽ അറുത്തു കൊന്നുകൾ. അതിനുവേണ്ടി പ്രത്യേകം സൈന്യം അവനുണ്ടായിരുന്നു എന്ന്. വയസ്സഹീ നിസാഅഹും, സ്ത്രീകളെ നിന്ദ്യമായ ജോലികളും മറ്റും ചെയ്യിക്കാൻ വേണ്ടി ജീവിക്കാൻ വിടും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. യാ സുബ്ഹാനല്ലാഹ്, എന്തൊരു വലിയ അക്രമമാണ്, ആലോചിച്ച് നോക്കൂ. ഒരു ഉമ്മത്തിനെ ഇതിലും അപ്പുറം എന്ത് അടിച്ചമർത്താൻ സാധിക്കും? അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു ആവർത്തിച്ചു പറഞ്ഞത്, യസൂമൂനക്കും സൂഅൽ അദാബ്, അങ്ങേറ്റം മോശമായ പീഡനം നിങ്ങളെ പീഡിപ്പിച്ചവൻ, നിങ്ങൾക്ക് മേൽ ഇങ്ങനെയുള്ള ശിക്ഷ നടപ്പിലാക്കിയവൻ, ആൺമക്കളെ കൊന്നുകളയുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, അവൻ അങ്ങേയറ്റത്തെ ഫസാദുണ്ടാക്കുന്ന കുഴപ്പക്കാരുടെ കൂട്ടത്തിലുള്ളവനായിരുന്നു. അള്ളാഹു പറയും, വനുരീദു അൻ നമുന്ന അലൽ ലദീന സ്തുദ്ഇഫു ഫിൽ അർദ് വനജഅലഹും അഇമ്മതൻ വനജഅലഹുൽ വാരിസീൻ. റബ്ബ് പറയും, എന്നാൽ നാം ഉദ്ദേശിച്ചു, അള്ളാഹു പറയുന്നു, നാം എന്തുദ്ദേശിച്ചു? അൻ നമുന്ന അലൽ ലദീന സ്തുദ്ഇഫു ഫിൽ അർദ്, ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട ആ ഉമ്മത്തിന് അനുഗ്രഹം ചൊരിയാൻ. വനജഅലഹും അഇമ്മ, അവരെ നേതാക്കന്മാരാക്കാൻ. വനജഅലഹുൽ വാരിസീൻ, ഭൂമിയിൽ അനന്തരമെടുക്കുന്നവരാക്കാൻ. ഈ മിസ്റിലെ തോട്ടങ്ങളും നിധികളും, മിസ്റാകട്ടെ സമ്പന്നമായ നാടാണ്, അവിടെ നിധികളുണ്ട്, അതുപോലെ അരുവികളുണ്ട്, വലിയ കൃഷിയിടങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഫിറഔൻ അഹങ്കരിച്ചു പറഞ്ഞത്, അലൈസ ലീ മുൽക്കു മിസ്റ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി അഫലാ തുബ്സിറൂൻ. ഖുർആനിൽ കാണാം അവൻ അഹങ്കരിച്ചു പറഞ്ഞത്, എന്ത്? അലൈസ ലീ മുൽക്കു മിസ്ർ, എനിക്ക് മിസ്റിൻ്റെ അധികാരമില്ലേ? വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ നദികളെല്ലാം എനിക്ക് കീഴിലല്ലേ ഒഴുകുന്നത്? വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ? എൻ്റെ വാക്ക് നോക്കൂ. എന്നാൽ റബ്ബ് അതിൽ നിന്നെല്ലാം അവരെ ഒരൊറ്റ രാത്രി കൊണ്ട് അവരെയും അവൻ്റെ സൈന്യത്തെയും എല്ലാം പുറത്തേക്ക് കൊണ്ടുപോയി, എല്ലാം ഉപേക്ഷിച്ചു പോയി. ഇവർക്കത് തിരിച്ചു കൊടുത്തു. അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അവനത് നടപ്പിലാക്കിയെടുക്കും. ഒരുപക്ഷെ ആളുകൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ. അതുകൊണ്ടാണ് റബ്ബിൻ്റെ പേരുകളിൽ ഒന്നാണ് ലത്തീഫ്. അപ്പോൾ ലത്തീഫാണ്. ലത്തീഫിന് പ്രധാനപ്പെട്ട രണ്ട് അർത്ഥങ്ങളുണ്ട്. ഒന്ന് ഖബീറിന് സമാനമായ അർത്ഥം, ഖബീർ എന്നാൽ സൂക്ഷ്മമായി അറിയുന്നവനാണ്. മറ്റൊരർത്ഥം എന്താണ്? അവൻ ഉദ്ദേശിക്കുന്നത് ആരും വിചാരിക്കാത്ത, ആരും ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത വഴിയിലൂടെ നടപ്പിലാക്കിയെടുക്കുന്നവനാണ് അവൻ. അതുകൊണ്ട് യൂസുഫ് അലൈഹിസ്സലാം, അവിടുത്തെ ചരിത്രത്തിൽ ആ സൂറത്ത് യൂസുഫിൻ്റെ അവസാനത്തിൽ യൂസുഫ് നബി പറയുന്നതായി നമുക്ക് കാണാം, ഇന്ന റബ്ബി ലത്തീഫുൽ ലിമാ യശാ, എൻ്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നത് നടപ്പിലാക്കിയെടുക്കുന്നവനാണ്. നിങ്ങൾ നോക്കൂ, യൂസുഫ് അലൈഹിസ്സലാമിനെ മിസ്റിൽ ഈ ഉന്നതമായ പദവിയിലെത്തിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചു. എന്താണ് അതിനുവേണ്ടി റബ്ബ് എങ്ങനെയാണ് വഴിയൊരുക്കിയത്? നിങ്ങൾ നോക്കൂ, സഹോദരങ്ങൾ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ, ചെറിയ കുട്ടിയായിരിക്കെ കൊണ്ടുപോയി ഇടുകയാണ്, ജയിലിൽ കിടക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന കുട്ടിയെക്കുറിച്ച് ആ സന്ദർഭത്തിൽ ആർക്ക് പറയാൻ സാധിക്കും മിസ്റിൽ ഇത്രയും വലിയ സ്ഥാനം നാളെ നേടിയെടുക്കുന്ന ആളാകുമെന്ന്? ജയിലിൽ കിടക്കുന്ന
ഒരാളെക്കുറിച്ച് എങ്ങനെ ആർക്ക് പറയാൻ സാധിക്കും? എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് നിശ്ചയിച്ചത്. ഇങ്ങനെ അവസ്ഥാന്തരങ്ങൾ മാറ്റിമറിച്ചു കൊണ്ടുവരിക, അള്ളാഹു ഉദ്ദേശിച്ച കാര്യം നടപ്പിലാക്കിയെടുക്കുക. അതുകൊണ്ട് നോക്കുക, അള്ളാഹുവിൻ്റെ നബിമാരുടെ കഥകൾ ഏറ്റവും മനോഹരമായ കഥകളാണ്. അവരുടെ കഥകളിൽ നമുക്കിത് കാണാം, ഇങ്ങനെ അവസ്ഥകൾ മാറി മറിയുന്നത്. സൂറത്ത് യൂസുഫിൽ അള്ളാഹു ആ സൂറത്ത് തുടങ്ങിയത് എങ്ങനെയാണ്? നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈനാ ഇലൈക ഹാദൽ ഖുർആൻ. നാം താങ്കൾക്ക് ഏറ്റവും നല്ല കഥകൾ വിവരിച്ചു തരികയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തെക്കാൾ മനോഹരമായ ചരിത്രമാണ് ആരുടെ ചരിത്രം? മൂസ അലൈഹിസ്സലാമിൻ്റെ ചരിത്രം. യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, വമിനൽ മഅലൂം അന്ന ഖിസ്സത മൂസ വമാ ജറാ ലഹു മഅ ഫിർഔന വഗൈരിഹി അഅ്ളമു വഅശ്റഫു മിൻ ഖിസ്സതി യൂസുഫ ബികതീരിൻ കതീർ. യഥാർത്ഥത്തിൽ മൂസ അലൈഹിസ്സലാമും ഫിർഔനും ആയി നടന്ന സംഭവങ്ങൾ, ആ കഥയാണ് അഅ്ളമു വഅശ്റഫ്, ഏറ്റവും മഹത്തരമായ കഥ, ഏറ്റവും മനോഹരമായ കഥ. ആരുടെ കഥയേക്കാൾ? യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കഥയേക്കാൾ. ഷെയ്ഖുൽ ഇസ്ലാം അതിന് സുബ്ഹാനല്ലാഹ് മനോഹരമായ ചില കാരണങ്ങൾ പറഞ്ഞത് കാണാം. ഒന്ന് നോക്കൂ, വലിഹാദാ ഹിയ അഅ്ളമു ഖിസസിൽ അംബിയാഇ അല്ലതി തുദ്കറു ഫിൽ ഖുർആൻ. ഖുർആനിൽ അള്ളാഹുവിൻ്റെ നബിമാരുടെ കഥയായി പറയപ്പെട്ട കഥകളിൽ ഏറ്റവും മഹത്തരമായ കഥ ഇതാണ്. സന്നഹ അല്ലാഹു അക്സറ മിൻ ഗൈരിഹ. ബാക്കിയുള്ള കഥകളെക്കാൾ അള്ളാഹു ഇത് ആവർത്തിച്ചിരിക്കുന്നു. ബസതഹ വതവ്വലഹ അക്സറ മിൻ ഗൈരിഹ. അള്ളാഹു വിശദീകരിച്ച് വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നു. സൂറത്തുൽ ഖസസ് എടുത്ത് നോക്കൂ. സൂറത്തുൽ ഖസസ്, ആ സൂറത്തിൻ്റെ പേര് പോലെ അത് കഥാകഥനമാണ്. മൂസ അലൈഹിസ്സലാമിൻ്റെ കഥയാണ് ആ സൂറത്തിലുള്ളത്. എന്നാൽ റബ്ബിൻ്റെ വാക്കുകൾ ഇത് കേവലം എന്തല്ല, കഥകളല്ല, മറിച്ച് അതിൽ ഓരോന്നിലും റബ്ബ് പറഞ്ഞ ഓരോ ഭാഗത്തും നിങ്ങൾക്ക് അനേകം അനേകം ഗുണപാഠങ്ങൾ കാണാം. ആവശ്യമില്ലാത്ത ഒരു ഹർഫ് ഉണ്ടാവുകയില്ല, ഒരു ഹർഫ്, ഒരു അക്ഷരം ആവശ്യമില്ലാത്തത് ഉണ്ടാവുകയില്ല. അള്ളാഹു പറഞ്ഞതിൽ നമുക്ക് അനേകം ഗുണപാഠങ്ങൾ കാണാനും സാധിക്കും. ഷെയ്ഖുൽ ഇസ്ലാം മറ്റൊരു കാരണം പറഞ്ഞത് കാണാം. എന്താണത്? കാരണം യൂസുഫ് അലൈഹിസ്സലാമിന് നേരിട്ട പരീക്ഷണം, യൂസുഫ് അലൈഹിസ്സലാമിനോട് എതിരാളികൾ ചെയ്തത് ദീനിയായ വിരോധം കൊണ്ടായിരുന്നില്ല. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ സഹോദരൻ ഉപദ്രവിച്ചത് എന്തുകൊണ്ടായിരുന്നില്ല? ഒരു ദീനിയായ വിദ്വേഷം അവിടെയില്ല, പിന്നെ ദുനിയവിയായ വിദ്വേഷമായിരുന്നു. അസൂയ കൊണ്ട് ഞങ്ങളെക്കാൾ പാകിഷ്ടം യൂസുഫിനെയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ? വനഹ്നു ഉസ്ബ, ഞങ്ങൾ ഇത്രയും നല്ല എന്തിനും പോകുന്ന സംഘമാണല്ലോ, എന്നിട്ട് എന്താണ് ഉപ്പാക്ക് ഇങ്ങനെ യൂസുഫിനോട് ഇന്ന അബാന ലഫീ ദലാലിൻ മുബീൻ, അപ്പാൻ്റെ ഈ പോക്ക് ശരിയല്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ദുനിയവിയായ ദേഷ്യമായിരുന്നത്. എന്നാൽ മൂസ അലൈഹിസ്സലാമിൻ്റെ മറ്റുള്ള പല നബിമാരുടെയും അവർ അനുഭവിച്ച പരീക്ഷണങ്ങൾ എന്ത് കാരണത്താലായിരുന്നു? ദീനിയായ വിദ്വേഷം. അതാണ് കൂടുതൽ കടുപ്പമുള്ളത് അതാണ്. എന്നു മാത്രമല്ല, റബ്ബിൻ്റെ വിധിയിൽ ക്ഷമിക്കുക എന്നതിനേക്കാൾ വലുതാണ് തിന്മകളിൽ അകപ്പെടാതെ ക്ഷമിക്കുക. സബർ 3 ഇനമുണ്ടെന്ന് നമുക്കറിയാം. ഒന്ന്, അള്ളാഹു കൽപ്പിച്ചത് ചെയ്യാനുള്ള സബർ. സബർ ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഏത് ഇബാദത്തും ചെയ്യാൻ സാധിക്കുള്ളൂ. ഇത്ര ചെറിയ ഇബാദത്താകട്ടെ, അത് സബർ വേണം. തിന്മകൾ ഉപേക്ഷിക്കാൻ സബർ വേണം. മൂന്നാമത്തെ സബർ എന്താണ്? നമുക്കറിയാം, മുസീബത്തുകൾ, പ്രയാസങ്ങൾ ഉണ്ടായാൽ ക്ഷമിക്കുക എന്നത്. ഇതിനേക്കാൾ വലുതാണ് എന്ത്? തിന്മകൾ ചെയ്യാതിരിക്കാനുള്ള ക്ഷമ. കാരണം മുസീബത്ത് ഉണ്ടാകുമ്പോഴുള്ള ക്ഷമ, അത് നമുക്ക് അതല്ലാതെ വേറെ വഴിയില്ല. നമ്മുടെ ഇഖ്തിയാർ, നമ്മുടെ തിരഞ്ഞെടുപ്പ്, നമ്മൾ തീരുമാനിച്ചിട്ടല്ലാതെ ഉണ്ടാകരുത്. എന്നാൽ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ അത് സ്വയം തീരുമാനിച്ചുറപ്പിച്ച സബറാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, യൂസുഫ് അലൈഹിസ്സലാം സഹോദരങ്ങൾ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ക്ഷമിച്ച ക്ഷമയേക്കാൾ വലുതായിരുന്നു ആ പെണ്ണ് വ്യഭിചാരത്തിന് ക്ഷണിച്ചപ്പോൾ പോകാതെ ക്ഷമിച്ച ക്ഷമ. അത് ഏതിനേക്കാൾ വലുതാണ്? സഹോദരങ്ങൾ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ക്ഷമിച്ച ക്ഷമയേക്കാൾ വലുതാണ്. അതാണ് ഏറ്റവും ശ്രേഷ്ഠം. അള്ളാഹു അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത്? ഫസ്തജാബ ലഹു റബ്ബുഹു ഫസറഫ അൻഹു കൈദഹുൻ. അള്ളാഹു യൂസുഫ് അലൈഹിസ്സലാമിന് ഉത്തരം നൽകി. അവരുടെ കുതന്ത്രം അള്ളാഹു യൂസുഫ് അലൈഹിസ്സലാമിന് നീക്കി. ഷെയ്ഖുൽ ഇസ്ലാം ഇക്കാര്യം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. അള്ളാഹുവിൻ്റെ ബാക്കിയുള്ള നബിമാർ, അവർക്ക് ഉണ്ടായ ശത്രുത ദീനിയായ ശത്രുതയാണ്. അള്ളാഹുവിൻ്റെ നബിമാരെല്ലാം അത് നേരിട്ടിട്ടുണ്ട്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് ആദ്യത്തെ വഹി ലഭിച്ചു. ഖദീജ റളിയല്ലാഹു അൻഹ വറഖത്ത് ഇബ്നു നൗഫലിൻ്റെ അരികിലേക്ക് നബിയെ കൂട്ടിപ്പോയി. പഴയ കിതാബുകളൊക്കെ പഠിച്ച അന്ധനായ, അങ്ങേയറ്റം വൃദ്ധനായ ആളായിരുന്നു. കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലായി, ഇത് അള്ളാഹുവിൻ്റെ നബിമാരുടെ അരികിൽ വരുന്ന ജിബ്രീലാണ് വന്നത്.
എന്നിട്ട് വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു, ലൗ കുന്തു ഹയ്യൻ, ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ താങ്കളുടെ ഉമ്മ, താങ്കളുടെ ജനത താങ്കളെ പുറത്താക്കുന്ന സന്ദർഭത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവ മുഖ്രിജിയഹും, അവരെന്നെ പുറത്താക്കാനോ? എൻ്റെ നാട്ടുകാരെന്നെ പുറത്താക്കാനാണോ? എൻ്റെ നാട്ടുകാരെന്നെ പുറത്താക്കുമോ? വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു, ലം യഅതി റജുലുൻ ബിമിസ്ലി മാ ജിഅത ബിഹി ഇല്ലാ ഊദിയ, ലം യഅതി റജുലുൻ ഖത്തു ബിമിസ്ലി മാ ജിഅത ബിഹി ഇല്ലാ ഊദിയ. താങ്കൾ ഈ കൊണ്ടുവരുന്ന കാര്യവുമായി മുമ്പ് ആര് വന്നിട്ടുണ്ടോ ഇല്ല ഊദി, അവർക്കെല്ലാം ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. തൗഹീദ് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിലകൊണ്ടാൽ, ബിദ്അത്തുകൾക്ക് എതിരിൽ നിലകൊണ്ടാൽ ശത്രുക്കൾ ഉണ്ടാകും, ഉപദ്രവങ്ങൾ ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. അത് അള്ളാഹുവിൻ്റെ സുന്നത്താണ്, റബ്ബിൻ്റെ നടപടിക്രമമാണത്. അതിൽ വലിയ ഓഹരി മൂസ അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. മൂസ അലൈഹിസ്സലാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ ബനു ഇസ്രായേൽ ഈ പീഡനങ്ങൾക്ക് വിധേയരായിരുന്നു. അതെന്തുകൊണ്ടാണ്? ഫിറഔൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? തഫ്സീറുകളിൽ നമുക്ക് കാണാം. അതിന് കാരണം ഫിറഔൻ പണ്ടൊരു സ്വപ്നം കണ്ടു അത്രേ. എന്താണത്? ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് ഒരു തീ പുറപ്പെടുകയും എന്നിട്ട് മിസ്റിലെ ഖിബ്തികളുടെ, ഇവർ ഖിബ്തി വംശജരാണ്, ആര്? ഫിറഔനും കൂട്ടരും. ബനു ഇസ്രായേൽ അവരുടെ ഇസ്രായേലനാണ് അവർ, എന്നാൽ ഭരണവർഗമാരാണ് ഖിബ്തികളാണ്. ഫിറഔൻ ഖിബ്തി വംശജനാണ്. ഖിബ്തികളുടെ കൊട്ടാരങ്ങളും മറ്റും ഈ തീ വന്ന് നശിപ്പിക്കുന്നതായി ഫിറഔൻ ഒരു സ്വപ്നം കണ്ടു. അങ്ങനെ അവൻ അതേക്കുറിച്ച് സ്വപ്ന വ്യാഖ്യാനം അറിയുന്ന ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു, ബനു ഇസ്രായേലരിൽ നിന്ന് ഒരു കുട്ടി വരികയും അയാളുടെ കയ്യാൽ നിങ്ങളുടെ അധികാരം നശിക്കുകയും ചെയ്യും എന്ന്. അതോടവൻ ഉത്തരവിട്ടു, ഇസ്രായേൽ മക്കളിൽ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നുകളയണം. അങ്ങനെയാണ് അത് അവർ ആരംഭിച്ചത്. ഇതാണ് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ഇത് വർഷങ്ങൾ തുടർന്നു പോയപ്പോൾ എന്തു സംഭവിച്ചു? ഖിബ്തികൾക്ക് തന്നെ ഒരാശങ്ക തോന്നി. കാരണം ഈ ഇസ്രായേലർ ഇവരുടെ ആണുങ്ങൾ കുട്ടികളൊക്കെ ഇങ്ങനെ എല്ലാവരെയും കൊന്നു കളഞ്ഞാൽ, ഇനി ഇവർ വൃദ്ധരായവരൊക്കെ മരിച്ചു പോവുകയും ചെയ്താൽ ഇവരിലെ പുരുഷന്മാർ പറ്റ നശിച്ചു പോകും. പിന്നെ ഭാരിച്ച ജോലികളും മറ്റും ചെയ്യാൻ നമുക്ക് ആളുകളുണ്ടാവില്ല, നമ്മൾ തന്നെ അതൊക്കെ ചെയ്യേണ്ടി വരും എന്നവർ പേടിച്ചു. അങ്ങനെ ഫിറഔനിൻ്റെ അരികിൽ അവർ ഈ ആവശ്യവുമായി ചെന്നു. അപ്പോൾ ഫിറഔൻ ഉത്തരവിട്ടു, ഇനി മുതൽ എന്തു ചെയ്യുക? ഓരോ വർഷം ഇടവേള കൊടുക്കുക. ഒരു വർഷം അവരുടെ ആൺമക്കളെ കൊല്ലേണ്ടതില്ല, തൊട്ടടുത്ത വർഷം കൊല്ലുക, പിന്നത്തെ വർഷം കൊല്ലേണ്ടത്, ഇങ്ങനെ അവൻ ഉത്തരവിട്ടു എന്നാണ്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഫിറഔൻ ബനു ഇസ്രായേലരിലെ ആൺമക്കളെ വെറുതെ വിടുന്ന വർഷമാണ് മൂസ അലൈഹിസ്സലാമിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാം ജനിച്ചത്. നോക്കൂ നിങ്ങൾ, മൂസ അലൈഹിസ്സലാമിൻ്റെ സഹോദരൻ, മൂസ നബിയുടെ മൂത്ത സഹോദരനാണ് ആര്? ഹാറൂൻ അലൈഹിസ്സലാം. അനുജനല്ല, ഹാറൂൻ നബിയാണ് ജ്യേഷ്ഠൻ. ഹാറൂൻ അലൈഹിസ്സലാം ജനിച്ചത് ഫിറഔൻ ആൺകുട്ടികളെ കൊല്ലാത്ത വർഷമായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആലോചിച്ച് നോക്കൂ, ഫിറഔനിൻ്റെ അധികാരം നശിക്കുന്ന, അവൻ്റെ നാശത്തിന് കാരണമായി തീർന്ന മൂസ അലൈഹിസ്സലാം ജനിക്കുന്നതാകട്ടെ അവൻ കുട്ടികളെ കൊല്ലുന്ന വർഷം തന്നെയാണ്. പക്ഷെ അല്ലാഹു റബ്ബുൽ ആലമീൻ മൂസ അലൈഹിസ്സലാം ജനിക്കാനും അവൻ്റെ കൊട്ടാരത്തിൽ അവൻ്റെ ചെലവിൽ ജീവിക്കാനും അവൻ്റെ സംരക്ഷണത്തിൽ മൂസ അലൈഹിസ്സലാം ജീവിക്കാനുമാണ് റബ്ബ് ഉദ്ദേശിച്ചത്. അള്ളാഹുവിൻ്റെ വിധിയെ തടുക്കാൻ ആർക്ക് സാധിക്കും? ഏത് ഭരണാധികാരിക്ക്, ഏത് സൈന്യത്തിന്, ഏത് അധികാര കേന്ദ്രങ്ങൾക്ക് സാധിക്കും? ഒരാൾക്കും സാധിക്കുകയില്ല. അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ ആർക്കും അത് തടയാൻ സാധിക്കുകയില്ല. നോക്കൂ, അങ്ങനെ മൂസ അലൈഹിസ്സലാമിൻ്റെ ഉമ്മ മൂസ അലൈഹിസ്സലാമിനെ ഗർഭം ധരിച്ചു. അവരത് മറച്ചു വെച്ചു എന്നാണ്, അത് മറച്ചു വെച്ചു. ഒടുവിൽ മൂസ അലൈഹിസ്സലാമിനെ പ്രസവിച്ച സന്ദർഭത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ മൂസാ നബിയുടെ ഉമ്മക്ക് മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുത്തു. അതാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, വഔഹൈനാ ഇലാ ഉമ്മി മൂസ. മൂസ അലൈഹിസ്സലാമിൻ്റെ ഉമ്മക്ക് നാം വഹി നൽകി. എന്താണ് വഹി? അള്ളാഹുവിൻ്റെ നബിമാർക്ക് നൽകുന്നത് പോലെയുള്ള വഹിയല്ല, മറിച്ചത് തോന്നലാണ്. ഏതുപോലെ? വൗഹാ റബ്ബുക ഇലൻ നഹ്ലി. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, നാം തേനീച്ചക്ക് വഹി നൽകി. എന്താണ് വഹി? തോന്നലാണ്. അത് അങ്ങനെ ഒരു മാർഗ്ഗദർശനം അള്ളാഹു ഏകി എന്നാണ് അവിടെ അർത്ഥം. മൂസ അലൈഹിസ്സലാമിൻ്റെ ഉമ്മക്ക് അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്തു, അർദഈ, കുഞ്ഞിന് മുല ഊട്ടുക. ഫഇദാ ഖിഫ്തി അലൈഹി, ഇനി കുഞ്ഞിൻ്റെ കാര്യത്തിൽ പേടിച്ചാൽ ഫഅൽഖീഹി ഫിൽ യമ്മി, പുഴയിൽ ഒഴുക്കുക. വലാ തഖാഫി വലാ തഹ്സനി, പേടിക്കേണ്ട, ദുഃഖിക്കേണ്ട. ഇന്ന റാദ്ദുഹു ഇലൈകി, നാം എൻ്റെ കുഞ്ഞിനെ നിനക്ക് തിരിച്ചു തരും. വജാഇലുഹു മിനൽ മുർസലീൻ, റസൂലുകളുടെ കൂട്ടത്തിൽ നാം ആ കുഞ്ഞിനെ ആക്കി തീർക്കും. തഫ്സീറുകളിൽ കാണാം, ഉമ്മ എന്തു ചെയ്യും? കുഞ്ഞിനെ തിരഞ്ഞ്
സംശയിച്ച് ഫിറഔനിൻ്റെ പട്ടാളം വന്നാൽ പെട്ടിയിലാക്കി നൈലിൻ്റെ തീരത്തായിരുന്നു അവർ ജീവിച്ചിരുന്നത് എന്നാണ്. അതിൻ്റെ കരയിലായിരുന്നു, അത് കാണാൻ സാധിക്കുന്ന ഭാഗത്തായിരുന്നു അവർ ജീവിച്ചിരുന്നത്. പെട്ടിയിലാക്കി ഒരു കയറ് കെട്ടി പുഴയിലേക്ക് ഒഴുക്കും. കയറിൻ്റെ അറ്റം വീട്ടിൽ തന്നെ കെട്ടിയിട്ടുണ്ടാകും. സൈന്യം പോയാൽ തിരിച്ചെടുക്കും. എന്നാൽ ഒരു തവണ ഒരു വഴിയുമില്ലാതെ എന്തു ചെയ്തു? അഴിച്ചുവിടുക തന്നെ ചെയ്തു. കാരണം അവൻ്റെ പട്ടാളം അത്രയും ശ്രദ്ധിക്കുന്നുണ്ട്. ഈ കഥകൾ നമുക്ക് തഫ്സീറുകളിൽ കാണാം. നോക്കൂ, അങ്ങനെ പെട്ടിക്കുഞ്ഞുമായി ഒഴുകിപ്പോയി. ഒഴുകി അത് എവിടെയാണ്, ആർക്കാണ് കിട്ടുന്നത്? ഫിറഔനിൻ്റെ കൊട്ടാരത്തിലാണ് അത് കിട്ടുന്നത്. അവിടെയുള്ള ജോലിക്കാർക്കാണത് ലഭിക്കുന്നത്. അവർ ആ പെട്ടി കൊണ്ടുപോയി ഫിറഔനിൻ്റെ ഭാര്യയുടെ അരികിലെത്തിച്ചു. അവരത് തുറന്നപ്പോൾ കണ്ടാൽ ആർക്കും സ്നേഹം തോന്നുന്ന മൂസ അലൈഹിസ്സലാമിനെയാണ്. മൂസ അലൈഹിസ്സലാമിന് റബ്ബ് അങ്ങനെ ഒരു പ്രത്യേകം നൽകിയിട്ടുണ്ട് എന്നാണ്. സൂറത്ത് ത്വഹായിൽ അല്ലാഹു പറഞ്ഞു, വഅൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി വലിതുസ്നഅ അലാ ഐനി. നമ്മിൽ നിന്നുള്ളൊരു മഹബ്ബത്ത് നിനക്ക് ഇട്ട് തന്നിരിക്കുന്നു. ആ ആയത്തിൻ്റെ തഫ്സീറിൽ നമുക്ക് കാണാം, മൂസ അലൈഹിസ്സലാമിന് ആര് കണ്ടാലും മൂസ അലൈഹിസ്സലാമിനോട് എന്ത് തോന്നും? സ്നേഹം തോന്നും. കുഞ്ഞിനെ ഫിറഔനിൻ്റെ ഭാര്യ എടുത്തു. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, ഫൽതഖതഹു ആലു ഫിർഔന ലിയകൂന ലഹും അദുവ വഹസന. ഫിറഔനിൻ്റെ ആളുകളാണ് അതിനെടുത്തത്. അവസാനം എന്താണായിത്തീർന്നത്? അവർക്ക് ദുഃഖത്തിന് ഹേതുവും അവരുടെ ശത്രുവുമാണ് മൂസ അലൈഹിസ്സലാം ആയിത്തീർന്നത്. ഫിറഔനിൻ്റെ കൂട്ടരുടെ കാര്യമാണ്. അല്ലാഹു പറഞ്ഞു, ഇന്ന ഫിർഔന വഹാമാന വജുനൂദഹുമ കാനു ഖാതിഈൻ. ഫിറഔനും ഹമാനും അവരുടെ ഇരുവരുടെയും സൈന്യവും കാനു ഖാതിഈൻ, അബദ്ധം പറ്റിയവരായിരുന്നു. ചെയ്തത് മഹാബദ്ധമായിരുന്നു. ഫിറഔനിൻ്റെ മന്ത്രിയാണ് ആര്? ഹമാൻ. അവനൊത്ത മന്ത്രിയാണ്. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്നൊരു ചൊല്ലുണ്ടല്ലോ, അതുപോലെയാണ്. അതങ്ങനെയാണ് പൊതുവെ. വകദാലിക നുവല്ലി ബഅദ ദ്ദാലിമീന ബഅദൻ. അക്രമികൾക്ക് അല്ലാഹു അക്രമികളെ ചേർത്ത് കൊടുക്കുമെന്നാണ്. എവിടെ നിങ്ങൾ നോക്കിയാലും അതുപോലുള്ള മുഫ്സിദുകളായ ആളുകൾക്ക് അവർക്ക് യോജിച്ച കൂട്ടാളികളും ഉണ്ടായിരിക്കുമെന്നാണ്. നല്ല ആളുകൾക്ക് അതുപോലെ തന്നെ. അൽ അർവാഹു ജുനൂദുൻ മുജന്നദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആളുകളുടെ റൂഹുകൾ അത് സൈന്യത്തെ പോലെയാണ്. ഫമാ തആറഫ മിൻഹാ ഇഖ്തലഫത് വമാ തനാകറ മിൻഹാ ഇഖ്തലഫത്. പരസ്പരം യോജിക്കുന്നത് കൂട്ടുചേരും, യോജിക്കാത്തത് വേറിട്ട് പോകും. ആയിഷ റളിയല്ലാഹു അൻഹ ഈ ഹദീസ് പറയാനൊരു കാരണമുണ്ടായിരുന്നു. മക്കയിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, തമാശയൊക്കെ പറയുന്നൊരു സ്ത്രീയായിരുന്നു. അങ്ങനെയുണ്ട് ചില ആളുകൾക്ക് ഇവരുടെ പ്രകൃതം തന്നെ നർമ്മമായിരിക്കും. പെട്ടെന്ന് ആളുകളെ ചിരിപ്പിക്കുന്ന വാക്കുകൾ വളരെ പെട്ടെന്ന് പറയും. അങ്ങനെ സംസാരിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു മക്കയിൽ. അവർ മദീനയിലേക്ക് ഹിജറ വന്ന് അവർ താമസിച്ച് അവരെപ്പോലെ തന്നെ മദീനയിലൊരു സ്ത്രീയുടെ അടുത്തായിരുന്നു. ഇതേ സ്വഭാവമുള്ള നർമ്മബോധമുള്ള ആളുകൾ, ചിരിപ്പിക്കുന്ന തമാശയൊക്കെ പറയുന്ന ആളുകളുടെ അരികിൽ, ഒരു സ്ത്രീയുടെ അരികിലാണ് അവർ താമസിച്ചത്. ഇത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എൻ്റെ ഖലീൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അൽ അർവാഹു ജുനൂദുൻ മുജന്നദ. റൂഹുകൾ, ആത്മാവുകൾ അത് ജുനൂദുൻ മുജന്നദ, സൈന്യത്തെ പോലെ ഒത്തുചേർന്ന് ഒരുപോലെ സഞ്ചരിക്കുന്ന സൈന്യത്തെ പോലെ. ഫമാ തആറഫ മിൻഹാ ഇഖ്തലഫത് വമാ തനാകറ മിൻഹാ ഇഖ്തലഫത്. അതുകൊണ്ട് എന്ത് നോക്കിയാലും മതി, ഒരാളെ തിരിച്ചറിയണമെങ്കിൽ അയാളുടെ കരീനെ, അയാളുടെ കൂട്ടുകാരനെ നോക്കിയാൽ മതി. ഒരു നല്ലൊരു മനുഷ്യൻ ഒരു നാട്ടിലേക്ക് ചെന്നിറങ്ങിയാൽ അയാൾക്ക് യോജിച്ച ആളുകളാണ് അയാൾ അന്വേഷിക്കുക. ഒരു ദീൻ പഠിക്കുന്ന, ഇൽമു പഠിക്കുന്ന ഒരാളാണോ ഒരു നാട്ടിൽ ചെന്നിറങ്ങിയാൽ ഇവിടെ പഠിക്കാനോ മറ്റോ വഴിയുണ്ട് എന്ന് അന്വേഷിക്കും. ഒരു ഫാജറായ വൃത്തികെട്ട ഒരുത്തനാണ് ഒരു നാട്ടിൽ ചെന്നിറങ്ങുന്നത് എങ്കിൽ അവനെന്തായിരിക്കും അന്വേഷിക്കുക? തൻ്റെ വൃത്തികേടുകളും ഫാഹിഷത്തുകളും ഒക്കെ നടക്കുന്ന ഇടം എവിടെയാണ് എന്നാണ് അയാൾ അന്വേഷിച്ച് നടക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഓരോരുത്തരും ശ്രദ്ധിക്കുക, താൻ എവിടെയാണ്, ആരോടാണ് തൻ്റെ മനസ്സിന് ചായവുള്ളത്, ആരോടാണ് തനിക്ക് അടുപ്പമുള്ളത്, ഇത് ഓരോരുത്തരും ചിന്തിക്കുക. നോക്കൂ, ഫിറഔനിൻ്റെ ക്രൂരനായ മന്ത്രിയായിരുന്നു ഹമാൻ. അവൻ്റെ വൃത്തികേടുകൾക്കും അവൻ്റെ അക്രമങ്ങൾക്കുമൊക്കെ കൂട്ടുനിന്നവൻ. അങ്ങനെ അള്ളാഹു പറയുന്നു, വഖാലത് ഇംറഅതു ഫിർഔന ഖുറത്തു ഐനിൻ ലി വലക്. ഫിറഔനിൻ്റെ ഭാര്യ, അവരുടെ പേര് ആസിയ എന്നായിരുന്നു എന്ന ഹദീസുകളിൽ കാണാം. ആസിയ ബിൻതു മുസാഹിം റളിയല്ലാഹു അൻഹ വഅർദാഹ. ആസിയ ബിൻതു മുസാഹിം, അതായിരുന്നു ഫിറഔനിൻ്റെ ഭാര്യ. അവർ പറഞ്ഞു, ഖുറത്തു ഐനിൻ ലി വലക്, എൻ്റെയും നിങ്ങളുടെയും കൺകുളിർമ. ലാ തഖ്തുലൂഹു, ഈ കുഞ്ഞിനെ കൊല്ലരുത്. അസാ യൻഫഅന, നമുക്ക് ഉപകാരപ്പെട്ടേക്കാം. ഔ നത്തഖിദഹു വലദ, അല്ലെങ്കിൽ നമുക്കൊരു സന്താനമായി ഇതിനെ സ്വീകരിക്കാം. വഹും ലാ യശഊറൂൻ, അറിയാതെയാണ് അവർ ഇതൊക്കെ പറഞ്ഞത്. തഫ്സീറുകളിൽ നമുക്ക് കാണാം,
ഇത് പറഞ്ഞപ്പോൾ ഫിറഔൻ പറഞ്ഞത്ര നിനക്ക് കുറച്ച് ഐനാണെങ്കിൽ അങ്ങനെ എനിക്കാവശ്യമില്ല, നിനക്ക് കുറച്ച് ഐൻ കൺകുളിർമയാണെങ്കിൽ അങ്ങനെ എനിക്കാവശ്യമില്ല, പറഞ്ഞതുപോലെ സംഭവിക്കുകയും ചെയ്തു എന്നാണ്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ഒരു അറബിയിലൊരു കവിതയുണ്ട്, എന്ത് ഇഹ്ഫദ് ലിസാനക ലാ തഖുൽ ഫതുബ്തല ഇന്നൽ ബലാഅ മുവക്കലുൻ ബിൽ മൻതിഖി. ഇഹ്ഫദ് ലിസാനക, നീ നിന്റെ നാവ് സൂക്ഷിക്കുക. ലാ തഖുൽ ഫതുബ്തല, ചില മുസീബത്തുകൾ നീ വേണ്ടാതെ ആവശ്യമില്ലാതെ പറയാൻ നിൽക്കരുത്, ചിലപ്പോൾ പറഞ്ഞത് സംഭവിച്ചേക്കാം. ഇന്നൽ ബലാഅ മുവക്കലുൻ ബിൽ മൻതിഖി, പരീക്ഷണം എന്തു പറഞ്ഞോ ആ വാക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. വേണ്ടാത്ത മുസീബത്തുകൾ സംസാരിക്കാൻ നിൽക്കരുത്, നല്ലത് പറയുക, നല്ലത് ചിന്തിക്കുക. എവിടെയോ കിടക്കുന്ന മുസീബത്തിനെ കുറിച്ച് അങ്ങനെ ആയാലും ഇങ്ങനെ ആയാലും ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നോക്കൂ, ഇവരെന്താണോ പറയുക അത് തന്നെയാണ് സംഭവിച്ചത്. അവർക്ക് ഖുർറത്തു ഐനായി തീർന്നു, അവരുടെ ഈമാനിന് കാരണമായി തീർന്നു ആര്? മൂസ അലൈഹിസ്സലാം. ഒടുവിൽ അവർ അല്ലാഹു റബ്ബുൽ ആലമീൻ മുഅ്മിനീങ്ങൾക്ക് ഉദാഹരണമായി പറയാൻ മാത്രമുള്ള സ്ഥാനത്തെത്തി. ലോക സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ സ്ത്രീകളിൽ ഒരാളാണ് ആസിയ ബിൻത് മുസാഹിം. ലോക സ്ത്രീകളിൽ മറിയമിൻ്റെ കൂടെ, ഖദീജയുടെ കൂടെ, അതുപോലെ ഫാത്തിമയുടെ കൂടെ റളിയല്ലാഹു അൻഹുൻ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ ഒക്കെ പേര് ചേർത്ത് പറയപ്പെടുന്ന സ്ത്രീകളിൽ ഒരാളാണ് ആസിയ ബിൻത് മുസാഹിം, ഫിറഔനിൻ്റെ ഭാര്യ. അള്ളാഹു ഖുർആനിൽ എന്താണ് പറഞ്ഞത്? 2 നബിമാരുടെ ഭാര്യമാരെ കാഫറുകൾക്ക് ഉദാഹരണമായി പറഞ്ഞു. സൂറത്ത് തഹരീമിൻ്റെ അവസാനം മുഅ്മിനുകൾക്ക് ഉദാഹരണമായി പറഞ്ഞത് ഒരു കൊടിയ കാഫറിൻ്റെ ഭാര്യയാണ്. ضرب الله مثلا للذين آمنوا امرأة فرعون, മുഅ്മിനീങ്ങൾക്ക് ഉദാഹരണമായി അള്ളാഹു വിവരിക്കുന്നു ഫിറഔനിൻ്റെ ഭാര്യയെ. ഇദ് ഖാലത്ത്, അവർ പറഞ്ഞ സന്ദർഭം, റബ്ബി, എൻ്റെ റബ്ബെ ഇബ്നി ലി ബൈതൻ, റബ്ബി ഇബ്നി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, റബ്ബെ നിൻ്റെ അരികിൽ നീ സ്വർഗ്ഗത്തിൽ എനിക്കൊരു ബൈത്ത് പണിയണമേ. വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി, ഫിർഔനിൽ നിന്നും അവൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും നീ എന്നെ രക്ഷിക്കണമേ. വനജ്ജിനി മിനൽ ഖൗമി അദ്ദാലിമീൻ, അക്രമികളായ ആളുകളിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേ. മുഫസ്സിറുകൾ പറഞ്ഞു, അവർ വീട് ചോദിക്കുന്നതിന് മുൻപ്, ഭവനം ചോദിക്കുന്നതിന് മുമ്പ് ആ ഭവനത്തിൽ ആരുടെ അരികിലായിരിക്കണം എന്നതാണ് ചോദിച്ചത്. അള്ളാഹുവിൻ്റെ അരികിൽ, ഇൻദക ബൈതൻ ഫിൽ ജന്ന, നിൻ്റെ അരികിൽ എന്ന് പറഞ്ഞ ശേഷമാണ് എന്ത് പറയുന്നത്? സ്വർഗത്തിൽ എന്ന് പറയുന്നത്. സ്വർഗക്കാർ അവർ അള്ളാഹുവിനോട് അടുത്തിരിക്കുന്നവരാണ്. സ്വർഗത്തിൻ്റെ മുകൾ തട്ട് അതെന്താണ്? അള്ളാഹുവിൻ്റെ അർശാണ്. അള്ളാഹു പറഞ്ഞു, ഇന്നൽ മുത്തഖീന ഫി ജന്നാത്തിൻ വനഹർ ഫി മഖ്അദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ. അള്ളാഹുവിനെ സൂക്ഷിച്ചവർ ഫി ജന്നാത്തിൻ വനഹർ, സ്വർഗത്തിലും അരുവികളിലുമാണ്. ഫി മഖ്അദി സിദ്ഖിൻ, സത്യസന്ധതയുടെ ഇരിപ്പിടത്തിൽ. ഇൻദ മലീകിൻ മുഖ്തദിർ, മലീകും മുഖ്തദിറുമായ അള്ളാഹുവിൻ്റെ അരികിൽ, എല്ലാത്തിൻ്റെയും രാജാവായ, എല്ലാത്തിനും കഴിവുള്ളവനായ റബ്ബിൻ്റെ അരികിൽ. അള്ളാഹുവിൻ്റെ സാമീപ്യം ആർക്കുണ്ട്? സ്വർഗവാസികൾക്കുണ്ട്. നോക്കൂ, അവരത് ചോദിച്ചു. ഈ മഹാസൗഭാഗ്യത്തിലേക്ക് അവരെ നയിച്ചു. മൂസ അലൈഹി ഇസ്ലാമിനെ അവർ സ്വീകരിച്ചു എന്നത് അവർക്ക് കൺകുളിർമയായി തീർന്നു. ഇപ്പുറത്ത് എന്ത് സംഭവിച്ചു? മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മയുണ്ട് അപ്പുറത്ത്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വഅസ്ബഹ ഫുആദു ഉമ്മി മൂസ ഫാരിഗ, മൂസാ നബിയുടെ ഉമ്മയുടെ ഹൃദയം ഫാരിഗായി. ഫാരിഗ എന്നാൽ എന്താണ്? ഒഴിഞ്ഞുപോയി. മൂസായെക്കുറിച്ചല്ലാതെ, മകനെക്കുറിച്ചല്ലാതെ വേറൊരു ചിന്തയുമില്ല എന്ന രൂപത്തിലായി തീർന്നു. സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും മുല കുടിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ, മകൻ്റെ കാര്യത്തിൽ അതിനെ ഈ രൂപത്തിൽ കാണാതായാൽ ഉമ്മയുടെ വികാരം എന്തായിരിക്കും? ഉമ്മയുടെ അവസ്ഥ എന്തായിരിക്കും? എവിടെയാണെന്ന് അറിയില്ല, എന്ത് സംഭവിച്ചു എന്നറിയില്ല. വഅസ്ബഹ ഫുആദു ഉമ്മി മൂസ ഫാരിഗ ഇൻ കാദത് ലതുബ്ദി ബിഹി, മകൻ്റെ കാര്യം ആളുകളോട് പറഞ്ഞു പോകുമായിരുന്നു. ഇത്രയും പ്രയാസമുണ്ട്. പ്രയാസം മൂത്ത് ചിലപ്പോൾ ആളുകളോട് പറഞ്ഞു പോയനെ. ലൗല അർറബത്ന അലാ ഖൽബിഹ, അവരുടെ ഹൃദയം നാം പിടിച്ചു കെട്ടിയില്ലായിരുന്നുവെങ്കിൽ ലിതകൂന മിനൽ മുഅ്മിനീൻ, അവർ മുഅ്മിനുകളായ ആളുകളുടെ കൂടെ ആയിരിക്കാൻ വേണ്ടി അള്ളാഹു അവരുടെ ഹൃദയത്തിന് ഉറപ്പ് നൽകി. ആരോടും പറഞ്ഞില്ല. പക്ഷെ അത്രയും അവരുടെ മനസ്സിൽ കുഞ്ഞിനെ കുറിച്ച് തന്നെ ചിന്തയായിരുന്നു. അവർ മകളോട് പറഞ്ഞിരുന്നു ഈ പെട്ടിക്ക് പിന്നാലെ പോകാൻ. മൂസ അലൈഹിസ്സലാമിൻ്റെ ഒരു സഹോദരി ഉണ്ടായിരുന്നു, ഒരു ഉഖ്തുണ്ടായിരുന്നു. സൂറത്തു താഹയിൽ നമുക്ക് കാണാം, മൂസ അലൈഹിസ്സലാമിൻ്റെ ഉഖ്ത്, സഹോദരി എന്ന് തന്നെ അള്ളാഹു സൂറത്ത് താഹയിൽ പറഞ്ഞത് കാണാം. ഈ സഹോദരി എന്തു ചെയ്തു? ഈ പെട്ടിയുടെ പിന്നാലെ പോവുകയും എന്നിട്ട് എവിടെയാണ് കുഞ്ഞുള്ളത് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. മൂസ അലൈഹിസ്സലാമിനെ ഫിറഔനിൻ്റെ കൊട്ടാരത്തിലെ ആളുകൾ എടുത്തു, അവിടെ വളർത്താൻ തീരുമാനിച്ചു. ചെറിയ കുഞ്ഞാണല്ലോ,
ഇതിന് പാൽ കൊടുക്കണം. പക്ഷേ അള്ളാഹു എന്തു ചെയ്തു? ഹറംന അലൈഹിൽ മറാദിഅ, സകല മുല കുടിക്കുന്ന സ്ത്രീകളെയും അതിൽ അവരാര് കൊടുക്കാൻ ശ്രമിച്ചാലും കുടിക്കാത്ത സ്ഥിതിയിലാക്കി കളഞ്ഞു. ഒരു സ്ത്രീയുടെയും പാൽ കുടിക്കുന്നില്ല. കുഞ്ഞിനെ കിട്ടിയ ആളുകൾ ആകെ പ്രയാസത്തിലാകപ്പെട്ടു. ഇത് എന്ത് ചെയ്യും? കുഞ്ഞ് പാൽ കുടിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? അങ്ങനെ പ്രയാസത്തിലായ ആ സമയത്ത് മൂസ അലൈഹിസ്സലാമിൻ്റെ സഹോദരി അവരോട് പോയി പറഞ്ഞു, ഹൽ അദുല്ലുക്കും അലാ അഹ്ലി ബൈത്തിൻ യക്ഫുലൂനഹു ലക്കും വഹും ലഹു നാസിഹൂൻ. ഞാനൊരു വീട്ടുകാരെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. നിങ്ങളുടെ കുട്ടിക്ക് മുല കൂട്ടാൻ പറ്റിയ ഒരു വീട്ടുകാരാണ്. കുട്ടിയോട് നിങ്ങളോട് നല്ല നസീഹത്തുള്ള ആളുകളാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ മൂസ അലൈഹിസ്സലാമിൻ്റെ യഥാർത്ഥ ഉമ്മയെ അവരൊന്ന് പരീക്ഷിച്ച് നോക്കി, യഥാർത്ഥ ഉമ്മയാണ് എന്നറിയാൻ. അങ്ങനെ ഉമ്മയുടെ അരികിൽ എത്തിയപ്പോൾ ഉമ്മയുടെ പാൽ കുടിക്കുന്നുണ്ട്. ഫിറഔനിൻ്റെ ആളുകൾ മൂസ അലൈഹിസ്സലാമിൻ്റെ ഉമ്മയോട് കൊട്ടാരത്തിൽ വന്ന് താമസിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് തഫ്സീറുകളിൽ കാണാം. പക്ഷെ അവരുടെ വീട്ടിൽ തന്നെ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കൂ, കുഞ്ഞിൻ്റെ യഥാർത്ഥ ഉമ്മ മൂസ അലൈഹിസ്സലാമിൻ്റെ ഉമ്മ കുഞ്ഞിനെ വളർത്തുന്നു, പാൽ കൊടുക്കുന്നു, പകരമോ കൊട്ടാരത്തിൽ നിന്ന് അതിന് പ്രതിഫലം വാങ്ങുന്നു. ഇത് ഭരണാധികാരി ഏൽപ്പിച്ച ജോലിയാണ്. അതിനുള്ള ശമ്പളം ചില്ലറയായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അല്ല, വില കൂടിയ പ്രതിഫലമായിരിക്കും അവർക്ക് ലഭിക്കുന്നത്. ഈ പ്രതിഫലം വാങ്ങിക്കൊണ്ട് സ്വന്തം കുഞ്ഞിനെ മുലയൂട്ടി വളർത്തി മൂസ അലൈഹിസ്സലാമിൻ്റെ ഉമ്മ. ഇങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാം ഫിറഔനിൻ്റെ കീഴിൽ, ഫിറഔനിൻ്റെ ചെലവിൽ തന്നെ കഴിയാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ ഉദ്ദേശിച്ചു. മൂസ അലൈഹിസ്സലാം വളർന്നു, വലുതായി, യൗവന പ്രായത്തിലെത്തി. ഈ സമയത്ത് റബ്ബ് സുബ്ഹാനഹു തആല ഇസ്രായേൽ സന്തതികൾ ആ സമയത്ത് നമ്മൾ മുമ്പേ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുൽ വിശ്വാസമുള്ളവരും ലോകത്ത് അന്നുള്ളവരിൽ ഏറ്റവും നല്ലവരുമാണ്. അതുകൊണ്ട് അവരുടെ ആ നന്മ മൂസ അലൈഹിസ്സലാമിനുണ്ടായിരുന്നു. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വലമ്മ ബലഗ അശുദ്ധഹു വസ്തവ ആതൈനാഹു ഹുക്മ വഇൽമ. മൂസ അലൈഹിസ്സലാം വളർന്നു ഒരു യുവാവായപ്പോൾ നാം ഹുക്മും ഇൽമും നൽകി, വിജ്ഞാനം പഠിപ്പിച്ചു. വകദാലിക നജ്സിൽ മുഹ്സിനീൻ, അങ്ങനെയാണ് നാം നന്മ ഉള്ളവർക്ക് പ്രതിഫലമേകുക. ഇങ്ങനെ യുവാവായിരിക്കുന്ന സന്ദർഭത്തിൽ അതാ മിസ്റിൽ മൂസ അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിൽ വലിയ ഒരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ്. അതെന്താണ്? പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖസസിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അത് വിവരിച്ചിട്ടുണ്ട്. മൂസ നബി അലൈഹിസ്സലാം ഒരു സമയത്ത്, അഥവാ ആളുകളൊക്കെ വിശ്രമിക്കുന്ന ഒരു ഉച്ച സമയത്ത് അവിടെയുള്ള പട്ടണത്തിൽ പ്രവേശിച്ചു. അവിടേക്ക് ചെന്നപ്പോൾ കാണുന്നത് എന്താണ്? കാണുന്നത് ഒരു ഖിബ്തിയും ഒരു ഇസ്രായേലിയും തമ്മിൽ തല്ലുകൂടുന്നതാണ് കാണുന്നത്. ഒരു ഖിബ്തിയും ഒരു ഇസ്രായേലിയും തമ്മിൽ തല്ലുകൂടുന്നു. ഇതിൽ ഇസ്രായേലി മൂസ അലൈഹിസ്സലാമിനോട് സഹായം ചോദിച്ചു. മൂസ നബി അലൈഹിസ്സലാം അങ്ങോട്ട് ചെല്ലുകയും ഈ ഖിബ്തിയെ മുഷ്ടി ചുരുട്ടി ഇടിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ എന്തിനാണ് ചെയ്തത്? അയാളുടെ അക്രമം തടുക്കാൻ വേണ്ടി ചെയ്തതാണ്, കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല. പക്ഷെ എന്ത് സംഭവിച്ചു? ഐഡിയിൽ ആൾ മരിച്ചുപോയി. ഖദ അലൈഹി. മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഹാദാ മിൻ അമലി ശൈത്താൻ ഇന്നഹു അദുവ്വുൻ മുദില്ലും മുബീൻ. ശൈത്താൻ്റെ പ്രവർത്തനമാണ്, അവൻ ശത്രുവാണ്, അവൻ വഴിപിഴപ്പിക്കുന്നവനാണ്. അള്ളാഹുവിനോട് മൂസ അലൈഹിസ്സലാം പാപമോചനം തേടി, റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി, റബ്ബെ ഞാൻ എന്നോട് തന്നെ അതിക്രമം ചെയ്തു പോയിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് പുറത്ത് നൽകണമേ. ഫഗഫറ ലഹു. അല്ലാഹു റബ്ബുൽ ആലമീൻ മൂസ അലൈഹിസ്സലാമിന് പുറത്തു കൊടുത്തു. നോക്കൂ നിങ്ങൾ, നാളെ പരലോകത്ത് മഹ്ശറിൽ ആളുകൾ മൂസ അലൈഹിസ്സലാമിനോട് റബ്ബിനോട് ശുപാർശ പറയണമെന്ന് ആവശ്യപ്പെട്ട് ചെന്നാൽ ഇത് മൂസ നബി പറയുമെന്നാണ്. എന്നോട് അള്ളാഹു ഒരിക്കലും കൊല്ലാൻ കൽപ്പിക്കാത്ത ഒരാളെ ഞാൻ കൊലപ്പെടുത്തിപ്പോയി, നഫ്സി നഫ്സി, എൻ്റെ കാര്യം എന്താകും? നിങ്ങൾ ഈസ അലൈഹിസ്സലാമിൻ്റെ അരികിലേക്ക് പോകൂ എന്ന് മൂസ അലൈഹിസ്സലാം പറയുമെന്നാണ്. യഥാർത്ഥത്തിൽ റബ്ബ് അത് പുറത്തു കൊടുത്തിട്ടുണ്ട്. എന്നു മാത്രമല്ല, അത് ഖതയിൽ ആണ് ചെയ്തിട്ടുള്ളത്. ഖതയിൽ ചെയ്തത് അതിന് റബ്ബ് സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുകയില്ല. പക്ഷെ മൂസ അലൈഹിസ്സലാം ഇങ്ങനെ പറയുകയാണ്, അള്ളാഹുവിൻ്റെ നബിമാർ അവരിൽ നിന്നുണ്ടാകുന്ന ചെറിയ വീഴ്ചകൾ പോലും വലുതായി കാണുന്നവരും, അതുപോലെ മഹ്ശറിലെ രംഗം അതിൻ്റെ ഭയാനകത നമുക്ക് അറിയിച്ചു തരുന്നതുമായ ഹദീഥാണ്. ഇങ്ങനെ ഈ സംഭവം ഉണ്ടായി. അതിനുശേഷം ഖുർആനിൽ കാണാം, മൂസ അലൈഹിസ്സലാം പിറ്റേന്ന് പേടിച്ചുകൊണ്ട് എവിടേക്ക് വന്നു? അതെ, ആ മദീനയിൽ പട്ടണത്തിലേക്ക്
പ്രവേശിച്ചു. ഇവിടെ നോക്കൂ, ഹലാലായ മനുഷ്യൻ്റെ പ്രകൃതത്തിലുള്ള ഭയം മൂസ അലൈഹിസ്സലാമിനെ ബാധിച്ചു എന്നാണ്. ഒരാളൊരു വിഷജന്തുവിനെ പേടിക്കുക, അതല്ല എങ്കിൽ അക്രമം ചെയ്യുന്ന ഒരാളെ അയാളുടെ അക്രമം പേടിക്കുക എന്നത് ഒരിക്കലും ഒരാളുടെ തൗഹീദിന് എതിരായ കാര്യമല്ല, തവക്കുലിനെതിരായ കാര്യമല്ല. അത് സംഭവിച്ചേക്കാം. അതേസമയം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം സാധിക്കുന്ന വല്ല കാര്യവും നൽകാനോ അതല്ലെങ്കിൽ ഉള്ളത് നീക്കിക്കളയാനോ റബ്ബല്ലാത്തവർക്ക് സാധിക്കുമെന്ന പേടി, അത് ശിർക്കാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഭയമാണ്. ഉദാഹരണത്തിന് ഖബറിൽ കിടക്കുന്ന ആളുകൾ, മരിച്ചുപോയ ആളുകൾ, അവരെന്നെ അവരുടെ തൃപ്തി എനിക്ക് കിട്ടിയില്ലെങ്കിൽ അവരെൻ്റെ ഈമാൻ ഇല്ലാതാക്കി കളയും, അല്ലെങ്കിൽ പരലോകത്തെ അവരെന്നെ കൈവിട്ട് കളയും എന്ന പേടി. ഇല്ലം തകുൻ ആഖിദൻ ബിയദി ഫഇല്ലാ ഫഖുൽ യാ സല്ലത്തൽ ഖദമി, ബുർദയിൽ പറഞ്ഞതുപോലെ, നബി അങ്ങൻ്റെ കൈ പിടിച്ചില്ല എങ്കിൽ പരലോകത്ത് കാലിടറി വീണത് തന്നെ. അത് ഷിർക്കാകുന്ന ഭയമാണ്. അതുപോലെ ഹറാമാകുന്ന ഭയമുണ്ട്. ഷിർക്ക് ഹറാമായി തീരുന്ന ഭയമുണ്ട്. അതെങ്ങനെയാണ്? അതായത് അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യം മറ്റൊരാളെ പേടിച്ച് നമ്മൾ ചെയ്യാതിരിക്കുക. അള്ളാഹു നിർബന്ധമാക്കിയതാണ്, വേറെ ആളെ പേടിച്ചത് ചെയ്യാതിരിക്കുക. ആ ഭയം അത് ഹറാമായ ഭയമാണ്. അതുപോലെ അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം വേറൊരാളെ പേടിച്ച് ചെയ്യുക, ആ ഭയം അത് ഹറാമായ ഭയമാണ്, ഷിർക്കല്ല. പക്ഷേ അത് അതിൻ്റെ പരിധി വിട്ടാൽ ചെറിയ ഷിർക്കിലേക്ക് അത് എത്തിച്ചേരും. അതിൻ്റെ പരിധി വിട്ടാൽ. മറ്റൊരു ഭയം എന്താണ്? അത് അള്ളാഹുവിൽ പ്രതീക്ഷയില്ലാതെ അവനെ ഭയപ്പെടുക, അതും ഹറാമായ ഭയമാണ്. പ്രതീക്ഷയില്ലാതെ, ഭയപ്പാട് മാത്രം അല്ല. മുഅ്മിൻ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ഭയപ്പെടുകയും വേണം. രണ്ടും ഒരുപോലെ ഉണ്ടായിരിക്കണം. മറ്റൊരു ഭയത്തിൻ്റെ ഇനമാണെന്ത്? ഹലാലായ ഭയം. അതിൽ കുറ്റവുമില്ല പ്രതിഫലവുമില്ല. അത് മനുഷ്യൻ്റെ പ്രകൃതിയിലുള്ള ഭയമാണ്. ഉദാഹരണത്തിന് ഒരാൾ പെട്ടെന്നൊരു ശബ്ദം കേട്ടു, പേടിച്ചുപോയി. ആ പേടി കൊണ്ട് അയാൾ ശിർക്ക് സംഭവിച്ചോ അല്ലെങ്കിൽ ഹറാമ സംഭവിച്ചോ? ഇല്ല, അത് മനുഷ്യൻ്റെ പ്രകൃതിയിലുള്ളതാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ധീരതയ്ക്ക് നമ്മളൊക്കെ മനസ്സിലാക്കുന്ന മഹാനായ ഖലീഫ ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, സഹീഹ് ബുഖാരിയിൽ കാണാം. ഉമർ പറയുന്നത്, ഉമറിൻ്റെ കൂട്ടുകാരനായ ഒരു സഹാബി ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഊഴം വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ പോയിരിക്കുമായിരുന്നു. ഒരാൾ ജോലിക്ക് പോകുമ്പോൾ മറ്റാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിലിരിക്കും. അദ്ദേഹം ജോലിക്ക് പോകുമ്പോൾ മറ്റേയാളിരിക്കും. എന്നിട്ട് പരസ്പരം അറിവ് കൈമാറും. ഇതിൽ ഈ കൂട്ടുകാരൻ ഒരു ദിവസം ഒരു വിവരം പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുത്തെ ഭാര്യമാരെ തലാഖ് ചൊല്ലി എന്നൊരു വാർത്ത മദീനയിൽ പരന്നു. അത് ശരിയല്ലായിരുന്നു, അതൊരു ഊഹമായിരുന്നു. പക്ഷെ ഇത് കേട്ടപ്പോൾ ഇദ്ദേഹം വന്ന് ഉമറിൻ്റെ വാതിൽ ആഞ്ഞു മുട്ടുകയാണ്. ഉമർ പറയാണ്, ഞാൻ പേടിച്ചുപോയി. കാരണം അന്ന് മലിക് ഖസ്സാൻ, രാജാവ് മദീനയെ ആക്രമിക്കാൻ, മറ്റൊരു രാജാവ് മദീനയെ ആക്രമിക്കാൻ വരാൻ പോകുന്നു എന്നൊരു കിംവദന്തി അന്തരീക്ഷത്തിലുണ്ട്. ഞാൻ പേടിച്ചുപോയി. വാതിൽ വന്നിട്ട് ഞാൻ ചോദിച്ചു, എന്ത് സംഭവിച്ചു? ഖസ്സാൻ വന്നോ? ഇല്ല, അതിലും വലുത് സംഭവിച്ചു. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരൊക്കെ തലാഖ് ചൊല്ലിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ അത് ശരിയായ വാർത്തയല്ലായിരുന്നു. ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ ചെന്ന് ഇത് ശരിയല്ല എന്ന് ഉറപ്പുവരുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസം ഭാര്യമാരുടെ അരികിൽ ചെല്ലുകയില്ല എന്ന് സത്യം ചെയ്യുകയാണ് ഉണ്ടായത്, ചില പ്രശ്നങ്ങൾ കാരണത്താൽ. അതാണ് അത്രേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ നോക്കൂ, ഭയപ്പെട്ടു എന്നാണ് ആര്? ഉമർ അൽ ഖത്താബ്. ഇവിടെ നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂലുകളെ അല്ല ഉലുൽ അസ്മിൽപ്പെട്ട മൂസ അലൈഹിസ്സലാമിനെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വദഖലൽ മദീനത ഫഅസ്ബഹ ഫിൽ മദീനതി ഖായിഫൻ യതറഖബ്, പേടിച്ചുകൊണ്ട് പട്ടണത്തിലേക്ക് മൂസ അലൈഹിസ്സലാം വന്നു എന്ന്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, ഈ ഭയം അള്ളാഹുവിൻ്റെ നബിമാരുടെ ഹൃദയത്തെ ആകെ കീഴ്പ്പെടുത്തി അവരെ ആകെ എപ്പോഴും ആ ഭയത്തിൽ കഴിയുക എന്ന അവസ്ഥയിലാക്കുകയില്ല. മറിച്ച് സ്വാഭാവികമായൊരു പേടിയുണ്ട്, പക്ഷെ അത് മനസ്സിനെ കീഴ്പ്പെടുത്തി കളയുകയില്ല. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് അതിനനുസരിച്ച് നിർഭയത്വമുണ്ടാകും. അള്ളാഹുവിന് ഒരുത്തിന് പേടിയില്ലേ, അതിനനുസരിച്ച് അവൻ പടപ്പുകളെ പേടിക്കേണ്ടി വരും. പല ആളുകളൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ, അള്ളാഹുവിനെ പേടിച്ചാൽ ആരെയും പേടിക്കേണ്ടി വരില്ല, അള്ളാഹുവിന് പേടിയില്ലാത്തവൻ എല്ലാവരും പേടിക്കേണ്ടി വരും. ശരിയാണ്, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിനക്ക് നിൻ്റെ മനസ്സിൽ റബ്ബിനോടുള്ള ഭയം എത്രയാണോ അത്രയും അള്ളാഹു നിനക്ക് നിർഭയത്വം നൽകും. പടപ്പുകളിൽ നിന്ന് റബ്ബിനെ കുറിച്ച് നിനക്ക് എത്ര പേടിയില്ല അത്രയും നിനക്ക് നിൻ്റെ മനസ്സിൽ അള്ളാഹു പേടിയിട്ട് തരും. എന്ന് മാത്രമല്ല, അള്ളാഹു ഒരു പടപ്പിന് ഒരാൾക്ക് രണ്ട് ഭയവും നൽകുകയില്ല, രണ്ട് നിർഭയത്വവും നൽകുകയില്ല. ദുനിയാവിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവനെ പരലോകത്ത് അള്ളാഹു നിർഭയനാക്കും. ദുനിയാവിൽ അള്ളാഹുവിനെ പേടിക്കാതെ ജീവിച്ചവനെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ അള്ളാഹുവിന് പരലോകത്ത് നൽകും. നഊദു ബില്ലാഹ്. അപ്പോൾ നോക്കൂ, മൂസ അലൈഹിസ്സലാം ഈ സംഭവത്തോടെ മൂസ അലൈഹിസ്സലാം പേടിച്ചുകൊണ്ട് ആ പട്ടണത്തിൽ പ്രവേശിച്ചു. വീണ്ടും കാണുകയാണ് അതേ ആളെ. ഇന്നലെ തല്ലുകൂടിയിരുന്ന ആൾ തന്നെ വേറെ ആളായിട്ട് തല്ലുകൂടുന്നു.
അയാൾ മൂസ അലൈഹിസ്സലാമിനെ ഇന്നും സഹായത്തിന് വിളിക്കുന്നു. മൂസാ നബി അയാളോട് പറഞ്ഞു, ഇന്നക ലഗവിയ്യുൻ മുബീൻ, നീ വല്ലാത്തൊരു വഴിതെറ്റിക്കുന്ന, ആളെ ബുദ്ധിമുട്ടിലാക്കുന്ന മനുഷ്യൻ തന്നെയാണ്. മൂസ അലൈഹിസ്സലാം സഹായിക്കാൻ ചെന്നപ്പോൾ ഇയാൾ തെറ്റിദ്ധരിച്ചു, ഇന്ന് എന്നെ തല്ലാനാണ് മൂസ വരുന്നത് എന്ന്. അയാൾ ഒച്ചത്തിൽ പറഞ്ഞു, അതുരീദു അൻ തഖ്തുലനി കമാ ഖതൽത നഫ്സൻ ബിൽ അംസ് ഇൻ തുരീദു ഇല്ലാ അൻ തകൂന ജബ്ബാറൻ ഫിൽ അർദ് വമാ തുരീദു അൻ തകൂന മിനൽ മുസ്ലിഹീൻ. ഇന്നലെ ഒരാളെ കൊന്നതുപോലെ എന്നെ കൊല്ലാൻ വരികയാണോ? നീ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന അങ്ങനെയുള്ള ഒരാളായി നടക്കാനാണ് ഉദ്ദേശിക്കുന്നത്, നല്ല ആളാകാൻ നീ ഉദ്ദേശിക്കുന്നില്ല. ഇതോടെ ഇന്നലെ അധികം ആരും അറിയാതിരുന്ന, അല്ലെങ്കിൽ ആരും അറിയാതിരുന്ന കാര്യം അങ്ങാടിയിൽ പരസ്യമായി. ഖിബ്തിയെ മൂസ അലൈഹിസ്സലാം കൊലപ്പെടുത്തി എന്ന വിവരം നാട്ടിൽ പരന്നു. അങ്ങനെയാണ് ഒരാൾ മൂസ അലൈഹിസ്സലാമിൻ്റെ അരികിൽ വന്ന് മുന്നറിയിപ്പ് നൽകുന്നത്. ദൂരെ നിന്ന് ആ പട്ടണത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ഓടി വന്നു എന്നാണ്. വജാഅ റജുലുൻ മിൻ അഖ്സൽ മദീനതി യസ്ആ, അങ്ങേയറ്റത്ത് നിന്ന് ഓടി വന്ന് മൂസ അലൈഹിസ്സലാമിനോട് നസീഹത്ത് പറഞ്ഞു, വേഗം നാട്ടിൽ നിന്ന് പോയിക്കോളൂ, ഫിറഔനും കൂട്ടരും കൊല്ലാൻ ഗൂഢാലോചന നടത്തുന്നുണ്ട്, തീരുമാനിച്ചിട്ടുണ്ട് എന്ന്. നോക്കൂ നിങ്ങൾ, ഈ പ്രയോഗം നമുക്ക് സൂറത്ത് യാസീനിൽ കാണാം ചെറിയ വ്യത്യാസത്തോടെ. വജാഅ മിൻ അഖ്സൽ മദീനതി റജുലുൻ യസ്ആ, ഇവിടെ സൂറത്തുൽ ഖസസിൽ കാണാം വജാഅ റജുലുൻ മിൻ അഖ്സൽ മദീനതി യസ്ആ, ചെറിയ വ്യത്യാസത്തോടെ. ആ പട്ടണത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ഓടി വന്നിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. രണ്ടാളും നസീഹത്തോടെയാണ് വന്നത്. ഒരാളെ രക്ഷപ്പെടാനുള്ള ആഗ്രഹം കൊണ്ട് ആ മദീനയുടെ അങ്ങേയറ്റത്തായിട്ട് കൂടി ഓടി വന്ന് പറഞ്ഞു കൊടുക്കുന്നു. സൂറത്ത് യാസീനിലുള്ളത് എന്താണ്? ഒരാൾ അങ്ങേയറ്റത്ത് നിന്ന് ഓടി വന്ന് ജനങ്ങളോട് പറഞ്ഞു, യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ, നിങ്ങൾ തൗഹീദിലേക്ക്, നന്മയിലേക്ക് വിളിക്കുന്ന ഈ നബിമാരെ പിൻപറ്റൂ നിങ്ങൾ. 3 നബിമാർ അള്ളാഹു ആ നാട്ടിലേക്ക് നിയോഗിച്ചിരുന്നു. സൂറത്ത് യാസീനിലെ കഥയാണ് ഞാൻ പറയുന്നത്. ഒരാൾ ഓടി വന്നുകൊണ്ട് പറഞ്ഞു, ഇതാ ഈ നബിമാരെ നിങ്ങൾ വിശ്വസിക്കൂ, അവർ പറയുന്നത് സ്വീകരിക്കൂ, നിങ്ങളോടൊരു പ്രതിഫലം ചോദിക്കാത്ത ഈ നബിമാർ, ഈ ഇലാഹുകൾ എന്ത് ഉപകാരോപദ്രവങ്ങൾ ചെയ്യാനാണ്, അള്ളാഹുൽ വിശ്വസിക്കൂ എന്ന് ഓടി വന്ന് ആ മനുഷ്യൻ അവരോട് പറഞ്ഞു. നാട്ടുകാരെന്ത് ചെയ്തു? അദ്ദേഹത്തെ കൊന്നു കളഞ്ഞു എന്നാണ്. ഖീല ദുഖുലുൽ ജന്ന ഖാല യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. അദ്ദേഹത്തോട് പറഞ്ഞു, സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. മുഅ്മിനീങ്ങൾ മരിച്ചാൽ പരലോകത്ത് അന്ത്യനാളിൽ സ്വർഗത്തിൽ ശരീരത്തോടെ പ്രവേശിക്കുന്നതിന് മുൻപേ റൂഹ് എവിടെയായിരിക്കും? സ്വർഗത്തിലായിരിക്കും, സംശയമില്ല. സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറയപ്പെട്ടു. അദ്ദേഹം മരണത്തിന് ശേഷം എന്തു പറഞ്ഞു എന്നാണ്? യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. എൻ്റെ ജനങ്ങളൊന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ റബ്ബ് എനിക്ക് നൽകിയത്, എനിക്ക് പുറത്തു തന്നത്, എനിക്ക് ഈ ആദരവ് നൽകിയത്. അദ്ദേഹം ജനങ്ങളോടുള്ള നസീഹത്ത് എവിടെയും തുടർന്നു, മരിച്ചതിന് ശേഷവും. ഹയ്യൻ വ മയ്യിതൻ, ഖൗമിനോട് നസീഹത്ത് കാണിച്ചു. അദ്ദേഹം ഓടി വന്ന് പറഞ്ഞു എന്നാണ്. അതുപോലെ സമാനമായ പ്രയോഗമാണ് ഇവിടെയും. മൂസ അലൈഹിസ്സലാമിന് അപകടം ഉണ്ടാകരുത് എന്ന നസീഹത്ത് കൊണ്ട് ആ പട്ടണത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ഓടി വന്ന് ഒരാൾ പറഞ്ഞു, ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളുക. അങ്ങനെയാണ് മൂസ അലൈഹിസ്സലാം മസ്റിൽ നിന്ന് മദിയനിലേക്ക് രക്ഷപ്പെട്ട് പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ബാക്കി കാര്യങ്ങൾ വരുന്ന ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു തആല അലം. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. السلام عليكم ورحمة الله وبركاته.